നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വാർത്തകളാൽ സമ്പുഷ്ടമാണ് ഈ ദിവസവും. ഏറ്റവും പ്രധാനം ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം വീടുകളിൽ ഇന്ന് പ്രാർത്ഥനയും ചർച്ചയും ആലോചനയും ഗുഡ് വിഷസും ഒക്കെയാണ് SSLC പരീക്ഷയ്ക്ക്. തീർച്ചയായും രാഷ്ട്രീയ വിവാദം നിരവധിയുണ്ട്. ബ്രഹ്മപുരത്തെ മാലിന്യ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മുടെ കുട്ടികൾ, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയാണ്. SSLC പരീക്ഷയാണ് ഇന്ന്. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അടിപൊളി ഒരു ആശംസ അറിയിച്ചുകൊണ്ടാണ് 4,19,000 വിദ്യാർത്ഥികളാണ് ഇന്ന് എഴുതുന്നത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല വാർത്തകൾ. രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ ഈ മാലിന്യ കൂമ്പാരത്തിന് പിടിച്ച തീ അത് വിവാദമായി ഇങ്ങനെ പുകയുകയാണ്. അതിൽ രാഷ്ട്രീയ വിവാദവും ഉണ്ട്. അതിനൊപ്പം കോടതിയിലെത്തിയിരിക്കുകയാണ്. കോടതി സുവോമോട്ടോ സ്വമേധയാ കേസെടുത്തതിന് പുറന്നു ഇന്നിപ്പോ ഒരു പൊതു താൽപര്യ ഹർജി, ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുള്ളത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ആദ്യ ദിവസം കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഗ്യാസ് ചേമ്പറിൽ അകപ്പെട്ട അവസ്ഥയെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇന്നലെയാണെങ്കിൽ ഭരണകേന്ദ്രങ്ങൾക്കൊക്കെ വളരെയധികം രൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു അവസ്ഥ, ഒരാഴ്ചയായി കൊച്ചി ഈ ദുരിതം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ചും പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. ആൾക്കാർ മാറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പരീക്ഷയിൽ പെട്ടവർ മാത്രം അവിടെ താമസിക്കുകയും പലരും ബന്ധുവീടുകളിലേക്കും മറ്റും പലായനം ചെയ്യുകയാണ് യുദ്ധമുഖത്തുനിന്ന്. ഇന്നലെ ബ്രഹ്മപുരം സബ് സെന്ററിലെ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത് 17ഓളം കേസുകളാണ്. ഇത്തരത്തിൽ ശ്വാസമുട്ടലായാലും ചൊറിച്ചിലായാലും ചുമയായാലും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് 17ഓളം പേരാണ് ചികിത്സ തേടിയത്. ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായാലും 8ഓരം പേർ ചികിത്സ തേടുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ സർക്കാർ ആശുപത്രികളുടെ കണക്കാണ്. ഇതിലും അധികം പേർ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടാവും. ഈ കോവിഡ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് പിന്നാലെയാണ് അടുത്ത ഒരു അശനിപാതം പോലെ ഇത് വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 20 മണിക്കൂറാണ് 2 ദിവസമായി കഴിഞ്ഞത് CM രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. ഇവിടെ പുറത്ത് അന്വേഷണ ഏജൻസികളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയ ശേഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും നിരീക്ഷണത്തിലായിരുന്നുവെന്നും CM രവീന്ദ്രന്റെ ഫോൺ വിവരങ്ങളടക്കം ED ആ ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചു വരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഇതിൽ എടുത്തു കാണേണ്ടത് ഈ CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴൊക്കെ മാധ്യമങ്ങളെ കൈവീശി കാണിച്ച് വളരെ കൂളായാണ് കയറിപ്പോയത്. CPM സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, CBI കൂട്ടിലടച്ച തത്തയാണെങ്കിൽ അതിനേക്കാൾ ദയനീയമാണ് നിലവിൽ EDയുടെ അവസ്ഥ എന്നാണ് MV ഗോവിന്ദൻ അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ CM രവീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും MV ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും CPM നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീർച്ചയായും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും CM രവീന്ദ്രനെ ഇന്ന് 3ാം ദിവസം ചോദ്യം ചെയ്യുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഇന്നൊരു വ്യക്തത വന്നേക്കാം. എന്തായാലും CM രവീന്ദ്രൻ നിയമവിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറയാമെന്ന്. അത് ഈ ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള കൂടിയാലോചനയും നിയമോപദേശം തേടലും ഒക്കെ നടന്നിരുന്നു. ഇതിനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥ എറണാകുളത്ത് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ നേതൃയോഗവും ചേരുകയാണ്. അപ്പൊ തന്നെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അതും പുകയുന്നുണ്ട്. പുകമയമാണ് ആകെ. അതിനൊക്കെ അപ്പുറം ഇന്ന് ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ നിർണായകം അല്ലേ? ഇന്ന് ഈ ടെസ്റ്റ് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബെർത്തിന് പുറത്താകും എന്ന് പറയാനാവില്ല. പക്ഷെ പിന്നെ ശ്രീലങ്ക ന്യൂസിലൻഡ് പരമ്പരയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ. ഇന്ന് ജയിച്ചാൽ ഇന്ന് തുടങ്ങുന്ന ടെസ്റ്റ് ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാം. ഇത് പരമ്പര തുടങ്ങുമ്പോൾ ആദ്യ 2 മത്സരം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഫൈനൽ ബെർത്ത് ഏറെക്കുറെ ഉറപ്പിച്ചു. ഓസ്ട്രേലിയ ഫൈനലിൽ എത്തുമോ എന്നുള്ളതായിരുന്നു ചർച്ച. കാര്യം ഓസ്ട്രേലിയ മറികടന്ന് ശ്രീലങ്ക പോകുമോ എന്നുള്ള ചർച്ച 3ാം ടെസ്റ്റ് ജയിച്ചതോടുകൂടി ആകെ കളം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഓസ്ട്രേലിയ ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യയോ ശ്രീലങ്കയോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. തീർച്ചയായും അതിൽ കൗതുകമുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ടെസ്റ്റിനെ സംബന്ധിച്ച്. എന്താന്ന് വെച്ചാൽ അഹമ്മദാബാദിലാണ് ടെസ്റ്റ് നടക്കുന്നത്. അവിടുത്തെ മൊട്ടേര സ്റ്റേഡിയത്തിലാണ്. ഈ മൊട്ടേര സ്റ്റേഡിയത്തിന്റെ പഴയ പേരാണ് മൊട്ടേര സ്റ്റേഡിയം എന്ന്. പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. അപ്പോൾ ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് 4ാം ടെസ്റ്റ് നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും ഈ കളി കാണാൻ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ പേര് മാറ്റിയ ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് ആ സ്റ്റേഡിയത്തിൽ എത്തുന്ന എന്ന ഒരു കൗതുകവും കൂടിയുണ്ട്. എന്തായാലും ഈ ടെസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഓണർ ആണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. കാര്യം ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ ICCയുടെ ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ 1ാമതെത്തും. അങ്ങനെയാണെങ്കിൽ ഏകദിനവും 2020 ടെസ്റ്റും
മൂന്ന് കളി വിഭാഗങ്ങളിലും ഒന്നാം റാങ്കിൽ ഒരുമിച്ചെത്തുക എന്നുള്ള അപൂർവ നേട്ടം ആണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. എന്തായാലും പിച്ചിനെ പറ്റി ചർച്ചകൾ തുടരുന്നു. പിച്ച് എങ്ങനെയുള്ളതായിരിക്കും, പിച്ച് ടേണർ ആയിരിക്കുമോ, പേസിനെ തുണയ്ക്കുമോ, അതിലും ആശയക്കുഴപ്പമുണ്ട്. കാര്യം ഒന്നാം തരം സ്പിൻ പിച്ച് ഒരുക്കിയിട്ട് സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്നുള്ള മട്ടിലായിരുന്നു കഴിഞ്ഞ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ഉള്ള വിമർശനങ്ങൾ. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. കൊച്ചിയിലാണ് ആദ്യം പോവുക. കാര്യം അവിടെ MS അനീഷ് കുമാർ ഉണ്ട്. മാത്രമല്ല ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത SSLC കഴിഞ്ഞാൽ പിന്നെ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ഒരു വാർത്താ കേന്ദ്രം. എന്തായാലും ഇതിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. ആദ്യം നമ്മൾ ടോപ്പ് ഹെഡ്ലൈൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ കിടക്കാം അല്ലേ? പ്രഭാത കേരളത്തിൽ നിരവധി വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. വാർത്തകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം അത് കൊച്ചി തന്നെയായിരിക്കും. ലൈഫ് മിഷൻ കോഴ കേസിൽ CM രവീന്ദ്രൻ അവിടെ ഹാജരാകുന്നു. ബ്രഹ്മപുരം ഇഷ്യൂ. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ അനീഷ് കുമാർ അവിടെ തയ്യാറായി നിൽപ്പുണ്ടല്ലേ? അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. സ്വാഗതം പ്രഭാത കേരളത്തിലേക്ക്. ചൂട് പിടിച്ച വാർത്താ ദിനമാണ് കൊച്ചിക്ക് ഇന്നും എന്നറിയാം. ഒരു ഭാഗത്ത് ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിലുണ്ടായ ഈ തീപിടുത്തവും അത് അവിടെ നിന്ന് ഉയർന്ന പുകയും ഈ വിഷപ്പുകയും ഉയർത്തിവിട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, വിവാദങ്ങൾ മറുഭാഗത്ത്, നിയമപ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. അപ്പുറത്ത് ED CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് ആദ്യം ഈ ലൈഫ് മിഷനിലെ അവസ്ഥ എന്താണ്? ഇതിന്റെ ചോദ്യം ചെയ്യൽ തുടരും, കൂടുതൽ ആൾക്കാരെ വിളിപ്പിക്കുമോ? എന്തൊക്കെയാണ് EDയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? അനീഷ്. ചോദ്യം ചെയ്യലുകൾ തുടരുമെന്ന് തന്നെയാണ് EDയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2 ദിവസം തുടർച്ചയായി CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുന്നു. ഇന്നലെയും ഏതാണ്ട് 10 മണിക്കൂറിലധികമാണ് CM രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തത്. എന്തായാലും മൊഴിയെടുക്കൽ ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് EDയിൽ നിന്ന് ലഭിക്കുന്നത്. CM രവീന്ദ്രനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നാണോ ഹാജരാവുക, ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ഹാജരാവുന്നത് മാറ്റിയിട്ടുണ്ടെന്നതിനെക്കുറിച്ച് അല്പസമയത്തിനകം നമുക്ക് കൃത്യമായൊരു വിവരം നൽകാൻ കഴിയും. ഇന്നലെ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് 8:20 തന്നെ CM രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവുകയും ഈ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ആയിരുന്നു. എന്തായാലും 2 കാര്യങ്ങളാണ് ED ഇപ്പോഴും പരിശോധിച്ചു വരുന്നത്. കാരണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇടപാട് യൂണിടാക് ബിൽഡേഴ്സിന് ലഭിച്ചത്, ഈ വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ചത് CM രവീന്ദ്രന്റെ കൂടെ ഇടപെടലിനെ തുടർന്നാണ് എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. അതിൽ ഈ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന, റിമാൻഡിൽ കഴിയുന്ന ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും ഈ CM രവീന്ദ്രനും തമ്മിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന മൊഴിയാണ് ലഭിച്ചത്. എന്തായാലും ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഏറിയ പങ്കും EDയുടെ ഭാഗത്തു നിന്നും രവീന്ദ്രനോട് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചാറ്റുകൾ, ഈ സ്വകാര്യ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ ചാറ്റുകളിലും ഈ CM രവീന്ദ്രനെ കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ CM രവീന്ദ്രന് ഈ കൃത്യത്തിലുള്ള പങ്കിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രതികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 മൊഴികളും ഈ ശിവശങ്കറിൻ്റെയും CM രവീന്ദ്രൻ്റെയും സ്വപ്നയുടെയും മറ്റു പ്രതികളുടെയും ഒക്കെ മൊഴികൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടാൽ ഒരുപക്ഷെ CM രവീന്ദ്രനെ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് ED കടക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ ഈ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ പോലെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ IDക്ക് നീങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം
ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 വിശ്വസ്തരായ ആളുകളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും പ്രതി ചേർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത തട്ടിലേക്ക് വരുന്ന ജീവനക്കാരാണ്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇവർ. അതുകൊണ്ട് ഈ 2 ഉദ്യോഗസ്ഥരും ഒരുപോലെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു നടപടിക്രമം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന വാദം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ED എത്തിയേക്കും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീങ്ങുന്ന അതീവ ഗുരുതരമായ വലിയ സങ്കീർണമായ ഒരു സാഹചര്യം ഉരുത്തിരിയും. അതുതന്നെയാണ് ഈ കേസിന് ഇപ്പോൾ ഏറ്റവും നിർണായകമാവുന്നതും. എന്തായാലും 2 ദിവസവും അന്വേഷണത്തോട് സഹകരിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ എന്ന വിവരങ്ങളാണ് നൽകുന്നത്. അടുത്ത നടപടിക്രമം എന്തെന്ന് ED കൃത്യമായ ഒരു ആലോചനയ്ക്ക് ശേഷമാവും തീരുമാനിക്കുക. ഒരുപക്ഷെ വീണ്ടും ഈ സീനിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രദീപ്. തീർച്ചയായും അനീഷാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് സ്വപ്നയുടെ മൊഴി നേരത്തെ തന്നെ ഇപ്പൊ EDക്ക് നൽകിയ മൊഴിക്ക് അപ്പുറത്തേക്ക് സ്വപ്ന മാധ്യമങ്ങളോടും ഇതിൽ പലതും പങ്കുവച്ചതാണ്, പലതരം ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനമാവുകയും നിർണായകമാവുകയും ചെയ്യുക ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് നൽകിയ മൊഴിയാണ്. താൻ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞ UV ജോസ് അത് തെളിയിക്കാനായി ഒരു കത്ത് ഹാജരാക്കിയിട്ടുണ്ട്. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്താണിത്. ഈ ഒരു യോഗത്തിന്റെ തീരുമാനപ്രകാരം ഈ ലൈഫ് മിഷൻ പ്രോജക്ട് റെഡ് ക്രസന്റ് വഴി നടപ്പാക്കുമെന്നും അതിനുള്ള ഫണ്ട് അവിടെ നിന്ന് വരുമെന്നും അതിന് സർക്കാർ ഭൂമി നൽകും എന്നും ഉള്ള വിവരവും അതിനുള്ള രേഖകളുമാണ് ഒരുപക്ഷെ ഏറ്റവും നിർണായകമാവുക ഈ മൊഴിയും ഈ രേഖകളുമാവും. തീർച്ചയായും നിലവിലുള്ള ഈ സ്വപ്ന M ശിവശങ്കർ ഈ മൊഴികളുടെയും രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കോഴക്കേസിന്റെ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. അനീഷ്, ഇതിൽ എടുത്തു കാണേണ്ടത് അനീഷ് സൂചിപ്പിച്ച പോലെ ഇവിടെ നടപടിക്രമങ്ങൾ ഇനി എന്താണ് എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്. അതായിരിക്കും ഇന്നത്തെ വാർത്തയും. ഈ CM രവീന്ദ്രൻ 2 ദിവസം ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാം, ഇല്ലായേക്കാം. എന്തായാലും CM രവീന്ദ്രൻ ഈ നിയമവിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ് ഉണ്ടായാൽ ചെയ്യേണ്ട തുടർ നടപടികൾ എങ്കിൽ അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ CPM പറയുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറി ആയാലും പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ ചെയ്തു, അല്ലെങ്കിൽ അതിന് അവർ മറുപടി പറയും, അവർ പിന്നെ വിശദീകരിക്കട്ടെ എന്ന് തൽക്കാലം കൈകഴുകി അതാണ് CPM തൽക്കാലം കൈകഴുകി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചോദ്യം ചെയ്യലിനപ്പുറം ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ CPMന്റെ ജാഥ നടക്കുന്ന സമയം കൂടിയാണ്. ഏത് രീതിയിലായിരിക്കും CPMഉം LDFും ഇതിനെ പ്രതിരോധിക്കുക? സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമായിരിക്കും അങ്ങനെയാണെങ്കിൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. കാരണം ഈ സ്വപ്ന സുരേഷിന്റെ കത്തിനപ്പുറം അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾക്കപ്പുറം ഈ UV ജോസ് നൽകിയ കത്ത് ഭരണതലത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവായാണ് ED അങ്ങനെയെങ്കിൽ ചൂണ്ടിക്കാട്ടുക. കാരണം ഔദ്യോഗിക തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാതെ ഈ കത്ത് അടക്കം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കത്ത് നൽകിയ ശേഷം ആണ് പിന്നീട് ഒരു യൂണിടാക് ബിൽഡേഴ്സിന് തന്നെ ഈ കരാർ നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും നേരത്തെ യൂണിടാക്കിന്റെ ഉടമയായ സന്തോഷ് ഈപ്പന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തി കഴിയുകയും ചെയ്തിരുന്നു. ഇത്തരം ഇടപാടുകൾ തനിക്ക് എങ്ങനെ ലഭിച്ചു, അല്ലെങ്കിൽ കൃത്യമായ ഈ ചില തലങ്ങളിൽ നിന്നൊരു തീരുമാനം ഉണ്ടായ ശേഷമാണ് തനിക്ക് ഈ കരാർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കരാർ തനിക്ക് ലഭിച്ചതിന്റെ പ്രത്യുപകാരമായി പണം നൽകി. അതൊരു കമ്മീഷൻ എന്ന രീതിയിൽ, ഒരു അഴിമതി എന്ന വാക്കല്ല സന്തോഷ് ഈപ്പൻ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഒരു കമ്മീഷൻ എന്ന രീതിയിൽ തനിക്ക് പണം ലഭിക്കുന്നു. ഈ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്ക് ഐഫോൺ പോലെയുള്ള വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുന്നു. ഇതൊക്കെ ഒരു പ്രകടമായ അഴിമതിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ്, അതിന്റെ തെളിവാണ് എന്നാണ് ED വ്യക്തമാക്കുന്നത്. അവിടെയാണ് ഈ ശിവശങ്കറും ഒപ്പം ഈ CN രവീന്ദ്രനും തമ്മിലുള്ള ഒരു അച്ചുതണ്ട്. ആ ഒരു അച്ചുതണ്ടിന്റെ പ്രവർത്തനമാണ് പിന്നീട് ഈ കരാർ നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് സഹായിക്കപ്പെട്ടത്. തനിക്ക് വ്യക്തിപരമായ സഹായങ്ങൾ, ജോലി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഇടപെടലുകളും ഈ പ്രൈവറ്റ് ചാറ്റുകളിലൊക്കെ പറയുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അടുത്തയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് നീങ്ങുന്നതും പ്രതിപട്ടികയിൽ ചേർക്കുന്നതിനുമൊക്കെ ഉള്ള സാധ്യത മുന്നിൽ കാണുകയും ചെയ്യുന്നു. നേരത്തെ പ്രധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടപ്പോൾ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന രീതിയിലാണ് CPM ഇതിനെ
തള്ളിയത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നാൽ അതിന് പാർട്ടി എങ്ങനെ ഉത്തരവാദിത്വം പറയും എന്നാണ് പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ, ഇപ്പോഴത്തെ സെക്രട്ടറിയും പഴയ സെക്രട്ടറിയും ഒക്കെ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന അതീവ വിശ്വസ്തരായ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കൂടി ഈ കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇതിൻ്റെ പങ്ക് എന്ന് പറഞ്ഞ് ഒഴിവാവാൻ കഴിയില്ല. കാരണം ഉദ്യോഗസ്ഥ തരത്തിലുള്ള ഉത്തരവാദിത്വത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഈ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കാര്യങ്ങൾ അറിയാവുന്ന, കാര്യങ്ങൾ നീക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിക്കുവാൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് CM രവീന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ശിവശങ്കറിനെ കേസിൽ പ്രതി ചേർത്തപ്പോൾ ഉണ്ടായത്ര ലാഘവത്തോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടാൻ CPM-ന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശിവശങ്കറിന് പിന്നാലെ CM രവീന്ദ്രനെയും ഒരു അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കുകയോ ചെയ്യുന്ന ഒരു നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് CPM-നെ അങ്ങേയറ്റം പ്രയോഗത്തിലാക്കുക. നമുക്കറിയാം, ഈ ഡൽഹി ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതിലടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. രാഷ്ട്രീയപ്രേരിതമായ കാരണങ്ങളാൽ ED രാജ്യത്തിൻ്റെ വിവിധ ഇടപെടൽ ഉണ്ടാക്കുന്ന എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായി ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മുൻകൂർ ജാമ്യമാവും ഇക്കാര്യത്തിൽ CPM എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉൾവശങ്ങളിലേക്ക് കൂടുതൽ ഈ അന്വേഷണം നീണ്ടാൽ അത് രാഷ്ട്രീയപ്രേരിതമായ കാരണങ്ങളാലാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാവും പാർട്ടി ഈ ഘട്ടത്തിൽ പ്രതിരോധിക്കുക. എന്തായാലും CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ അടക്കം കൃത്യമായ നിയമോപദേശങ്ങൾ തേടി അഭിഭാഷകരുടെ അടക്കം ആശയവിനിമയം കൃത്യമായി പൂർത്തിയാക്കിയാണ് ഈ ചടങ്ങിൽ, ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ദിവസങ്ങളാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ ഇനി അടുത്ത വലിയ വാർത്തയിലേക്ക്. ഒരു പക്ഷേ അനീഷും സുവിയും ടോമും ഡാനിയും ഒക്കെ അടക്കമുള്ളവർ, നമ്മുടെ മനോജും ശ്യാംലാലും ഒക്കെ അടക്കമുള്ളവർ ഇപ്പോൾ ശ്വാസം മുട്ടിയായിരിക്കും ജോലി ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. അതിനൊപ്പം രാഷ്ട്രീയ വിവാദവും പുകയുന്നു. വിഷപ്പുകയിൽ നിന്ന് മോചനമില്ല. SSLC പരീക്ഷയാണ്. ജനങ്ങൾ അവിടെ നിന്ന്, കഴിയുന്നത്ര പേർ അവിടെ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഒഴികെയുള്ള സ്കൂളുകളിൽ, പ്രൊഫഷണൽ വിദ്യാലയങ്ങളിൽ ഒക്കെ അവധി നൽകിയിരിക്കുകയാണ്. അനീഷ്, എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? കൊച്ചി നഗരത്തിലും സമീപപ്രദേശങ്ങളിലുമുള്ള പഞ്ചായത്തുകളിലെയും ആളുകൾ ഈ ഹൈക്കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്യാസ് ചേമ്പറിൽ അകപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴും നമുക്ക് ഈ വഴിയിൽ കാണാം, നമ്മളേറെ തിരക്കേറിയ ഹൈവേയിലാണ് നിൽക്കുന്നത്. ഈ ഹൈവേയിൽ ഒരു വശത്ത് കാണാം പുകമഞ്ഞ് പോലെ വ്യാപിച്ച് കിടക്കുന്ന പുക. ഇപ്പോഴും ഈ പുകയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ശമനം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ മുഖ്യമന്ത്രിയുടേതടക്കം നേതൃത്വത്തിൽ ഈ തല യോഗം ചേരുകയും പുക എത്രയും പെട്ടെന്ന് ശേഖരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ അന്താരാഷ്ട്രത്തിൽ കൈക്കൊള്ളണമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. നിരവധി മണ്ണുമാന്യങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ ഈ ബ്രഹ്മപുരത്ത് പ്രവർത്തിക്കുന്നത്. അവ ഈ ചവറ് കൂനെ ഇളക്കി അതിൻ്റെ അടിഭാഗത്ത് പടർന്നിരിക്കുന്ന തീ കെടുത്തുക എന്നൊരു ശ്രമകരമായ ദൗത്യമാണ് ചെയ്യുന്നത്. ഈ ഹെലികോപ്റ്ററുകളും മറ്റ് ഈ വെള്ളം തളിക്കുന്ന യന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഈ മുകൾ തട്ടിലേക്ക് വെള്ളം തളിച്ചാലും ഈ അടിത്തട്ടിലേക്ക് ഏതാണ്ട് മീറ്ററുകളോളം ആഴത്തിലാണ് തീ പടർന്നിരിക്കുന്നത്. അവ കെടുത്തിയില്ലെങ്കിൽ ഈ പുറമേയുള്ള തീ കെടുത്തിയാലും ഈ താഴെയുള്ള തീ കെടുത്താതിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ പുക നേരിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടാവും. എന്തായാലും അത് ഒഴിവാക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നമാണ് നടത്തുന്നത്. ഈ തൃപ്പൂണിത്തുറ, മരട്, തൃക്കാക്കര നഗരസഭ, കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം സ്കൂളുകൾക്ക് അവധിയാണ്. 10ാം ക്ലാസ് പരീക്ഷയും ഈ +2 പരീക്ഷയും ഒക്കെ മാറ്റമില്ലാതെ നടക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതടക്കമുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് ഈ എറണാകുളം ജില്ലാ കളക്ടറായ ഡോക്ടർ രേണുരാജിനെ ഈ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതാണ്ട് ഉത്തരവിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ രേണുരാജ് എറണാകുളം ജില്ലയിൽ നിന്ന് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. പുതിയ കളക്ടറായ NSK ഉമേഷ് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടറായി 9-ഓടുകൂടി ചുമതല ഏറ്റെടുക്കും എന്ന വിവരവും അറിയിച്ചിരിക്കുന്നു. അതായത് ഒരു കളക്ടറുടെ സ്ഥലം മാറ്റം ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ പുതിയ കളക്ടർ ചുമതല ഏറ്റെടുക്കുക എന്ന ഒരു നടപടിക്രമം ഇന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ
ഏകോപിപ്പിക്കുന്നതിൽ ഒരു വീഴ്ച കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന ഒരു കോടതി വിമർശനത്തിലേക്ക് ഒരു സ്ഥിരീകരണം ലഭിക്കുന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ തീർക്കണം. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നതടക്കമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിരുന്നു. ഇനി കേസ് അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് വളരെ പെട്ടെന്ന് തന്നെ കളക്ടറുടെ ഒരു സ്ഥലമാറ്റം ഉണ്ടായിരിക്കും. നമുക്കറിയാം, കുട്ടികൾക്കടക്കം വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം SSLC പരീക്ഷ ഇന്ന് തുടങ്ങുകയാണ്. ദിവസങ്ങളോളം കണ്ണുനീരിയും തലവേദനയ്ക്കുമൊക്കെയാണ് ഈ കുട്ടികൾ SSLC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ വലിയ വിമർശനങ്ങളുമായി തന്നെ രംഗത്തെത്തിയിരുന്നു. മേയറുടെ അടക്കമുള്ള രാജി ആവശ്യം ഒരു വശത്ത് ശക്തമായി നടക്കുന്നു. ഇന്ന് UDF കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഒപ്പം വലിയൊരു ആരോഗ്യ പ്രശ്നമായും ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായും എറണാകുളം ജില്ലയിൽ ഇന്നും ഈ തുക പടലം അടങ്ങിയ ഡമൂരം മാലിന്യ പ്ലാന്റ് തീർച്ചയായും എന്തായാലും വലിയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറം പ്രതിഷേധങ്ങൾക്കൊക്കെ അപ്പുറം കൃത്യമായി പരിഹാരം വേണം. സാധാരണ ഒരു പുകയിട്ടാൽ പോലും നമുക്കൊന്നും അത് ശ്വസിച്ച് ഒരു മണിക്കൂറിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ഒരാഴ്ചയായി ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ച് പ്രത്യേകിച്ചും SLC പരീക്ഷ ഇന്ന് തുടങ്ങുന്നു, നാളെ +2 പരീക്ഷ തുടങ്ങുന്നു. ഈ പൊതുപരീക്ഷകൾക്കപ്പുറം വിദ്യാർത്ഥികൾ, സാധാ വിദ്യാർത്ഥികളുടെ ടേം പരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയുള്ള സമയമാണ്. ആ സമയത്താണ് ഈ നഗരമേഖലകളിൽ ഉള്ള സ്കൂളുകൾക്ക്, ഈ പ്രശ്നബാധിത മേഖലയിലെ സ്കൂളുകൾക്ക് കളക്ടർ എന്തായാലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആദ്യത്തെ ഉത്തരവ് പോലും വിവാദവും വിചിത്രവും ആയിരുന്നു. 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം അവധി പ്രഖ്യാപിച്ചു. ന്യായമായി ഉയർന്ന ചോദ്യം പറഞ്ഞാൽ അതിന് മുകളിലുള്ളവർക്ക് ഈ വിഷപ്പുകയൊന്നും ബാധകമല്ലേ എന്നുള്ളതായിരുന്നു. എന്തായാലും കളക്ടറെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. കളക്ടറെ മാറ്റിയത് കൊണ്ടായില്ല, 2-3 കാര്യങ്ങൾ ഇപ്പോഴും വലിയ വലിയ ചോദ്യങ്ങളായി, ചോദ്യചിഹ്നങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? തീ എങ്ങനെയുണ്ടായി? മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എന്തുകൊണ്ട് സംസ്കരണം നടന്നില്ല ഇത്ര കാലവും എന്നുള്ള വലിയ ചോദ്യങ്ങൾ. ആ വലിയ കരാറിന് പിന്നിൽ അഴിമതിയുണ്ടെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം അടക്കം ഇപ്പോഴും സമൂഹത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും നിൽക്കുകയാണ്. അനീഷിലേക്ക് നമുക്ക് തിരികെ എത്താം. കാര്യം അനീഷിന് ഇപ്പോൾ CPM-ന്റെ ജനകീയ പ്രതിരോധ ജാഥയാണ് നടക്കുന്നത്. അതിന്റെ വിവരങ്ങളിലേക്ക് തിരികെ എത്താം. ആദ്യം ഒന്ന് തലസ്ഥാനത്തേക്ക് ഒന്നുകൂടി വരികയാണ് ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, ആദ്യം തന്നെ SSLC പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങുകയാണ്. നിർണായകമായ ഒരു പരീക്ഷ. മറ്റ് രാഷ്ട്രീയ വാർത്തകളുമുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റവും നിർണായക ദിവസമാണ്. കാരണം SSLC പരീക്ഷ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നടത്താൻ പോകുന്നു. സർക്കാരിന്റെ മുന്നിൽ കാര്യമായ വെല്ലുവിളികളില്ല. കാരണം കോവിഡിന്റെ എല്ലാം വലിയ വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് പരീക്ഷകൾ നടത്തിയ പരിചയം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരീക്ഷ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ വലിയ അനായാസത്തോടെ ഏറ്റെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 4,19,362 വിദ്യാർത്ഥികൾ റെഗുലറായി പരീക്ഷ എഴുതുന്നുണ്ട്. ഇതിൽ 2,13,000-ലധികം പേരും പെൺകുട്ടികളാണ്. 192 പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുമുണ്ട്. കൂടാതെ ഗൾഫിലടക്കം സെന്ററുകളുണ്ട്. രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കും. സർക്കാർ മേഖലകളിൽ 1170 സെന്ററുകളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എയ്ഡഡ് മേഖലകളിൽ ഏകദേശം 1421 സെന്ററുകളും ഒരുക്കിയിട്ടുണ്ട്. അൺഎയ്ഡഡ് മേഖലയിൽ 369 സെന്ററുകളാണുള്ളത്. ആകെ 2960 പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗൾഫിൽ 518 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ലക്ഷദ്വീപിൽ 9 സ്കൂളുകളിലായി 289 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് പ്രഥമ ലാംഗ്വേജ് ആണ്, അതായത് 1ാം ഭാഷയാണ്. അത് മലയാളമുണ്ട്. മറ്റ് 1ാം ഭാഷയായി തിരഞ്ഞെടുക്കുന്ന തമിഴ്, കന്നഡ അടക്കമുള്ള 1ാം ഭാഷയായി തിരഞ്ഞെടുക്കുന്ന മറ്റ് വിഷയങ്ങളും ഇന്ന് തന്നെ അതിനോടൊപ്പം 1ാം ഭാഷ പരീക്ഷ എന്ന രീതിയിൽ നടക്കും. 29-ാം തീയതി വരെയാണ് SSLC പരീക്ഷ. നാളെ +2 VHSC പരീക്ഷകളും ആരംഭിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 9:30 മുതൽ പരീക്ഷ. രാവിലെ 8:30 കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങും. വലിയ പ്രതീക്ഷയാണ്. ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി വളരെ കാത്തിരിപ്പാണ്. വളരെ മണിക്കൂറുകൾ ഒന്നുമില്ല, വളരെ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടിയുള്ള പരീക്ഷ ഹാളിലേക്ക് കുട്ടികൾ എത്താൻ ഇനി ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോൾ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തി തുടങ്ങും. തിരുവനന്തപുരത്ത് തന്നെ സെന്റ് മേരീസും കോട്ടയെങ്കിലും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളുകളുമാണ്. പ്രദീപ്. ശരി ഉമേഷ്, ഇനി മറ്റ് വാർത്തകളിലേക്ക്. ആദ്യം KPCC-യിലേക്ക് പോവാം. KPCC-യിൽ ഇങ്ങനെ വിവാദം പുകയുകയാണല്ലോ. നിർണായകമായ യോഗം തുടങ്ങിയപ്പോൾ തന്നെ
അതിരൂക്ഷമായ വിമർശനമാണ് KPCC പ്രസിഡന്റിനെതിരെ അടക്കം ഉയർന്നത്. KPCC ഭാരവാഹികളെ ഒക്കെ തീരുമാനിച്ചതിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടന്നില്ല എന്നുള്ളത് കൊടുക്കുന്ന സുരേഷ് അടക്കം വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഇതിനി വീണ്ടും ഒരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണോ കോൺഗ്രസിലെ കാര്യങ്ങൾ? എന്തായാലും നിലവിൽ ഇനി പുനഃസംഘടനയാണ് ഏറ്റവും സുപ്രധാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പരാതി പറയുന്നവർക്കെല്ലാം അത് കിട്ടാനുള്ള അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ തങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ നേതൃത്വമെല്ലാം. നിലവിൽ വിമർശനം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് MK രാഘവൻ, കോഴിക്കോട് MK രാഘവനും കൊടുക്കും സുരേഷുമാണ്. KPCC ഭാരവാഹി യോഗത്തിൽ തന്നെ ഇന്നലെ ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താരിഖ് അൻവർ അടുത്ത ദിവസം തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും പുനഃസംഘടന എപ്പോൾ പൂർത്തിയാകുമെന്നുള്ള ചോദ്യത്തിന് എപ്പോഴാണോ അനുവാദം നൽകുന്നത് അപ്പോൾ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാം എന്നുള്ള ഒരു മറുപടിയാണ് KPCC അധ്യക്ഷൻ തന്നെ നൽകിയത്. എന്തായാലും AI ഗ്രൂപ്പ് നേതാക്കളുമായി ഇനി വീണ്ടും ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ താരിഖ് അൻവർ എത്തിയ ശേഷം താരിഖ് അൻവർ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഗ്രൂപ്പ് നേതാക്കളുമായി താരിഖ് അൻവർ ചർച്ച നടത്തിയേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. ഗ്രൂപ്പ് നേതൃത്വവുമായി താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തി പുനഃസംഘടന അത് കൃത്യമായി അല്ലെങ്കിൽ ഇനി കൂടുതൽ താമസിക്കാതെ നടത്തുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാം മുന്നിൽ കാണുകയാണ്. സ്വാഭാവികമായി ഇനി പുനഃസംഘടന നീട്ടിക്കൊണ്ടുപോയാൽ അത് വലിയ താഴെത്തട്ടിൽ അല്ലെങ്കിൽ പ്രാദേശികമായെല്ലാം പ്രവർത്തനത്തിന് വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ള അഭിപ്രായം KPCCയിൽ തന്നെ ഉണ്ട്. ആ അഭിപ്രായം ഒരുപക്ഷെ എല്ലാ നേതാക്കളും ഉന്നയിക്കുന്ന ഒരു അഭിപ്രായം കൂടിയാണ്. പക്ഷേ തട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പുനഃസംഘടന തടസ്സമായി നിൽക്കുന്നത് എല്ലാ നേതാക്കൾക്കും ഗ്രൂപ്പുകൾക്കുമുള്ള പ്രാതിനിധ്യം അത് ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അത് താരിഖ് അൻവർ നേരിട്ടെത്തി ഒരു ചർച്ച നടത്തുന്നതോടുകൂടി പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. തീർച്ചയായും എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വിഷയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചർച്ചകൾ, രാഷ്ട്രീയ പോരുകളൊക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് ഇന്ന് സംഭവിക്കാൻ ഇടതുമുന്നണി നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. അടിയന്തര നേതൃയോഗമാണ്. എന്താണ് അജണ്ട? പെട്ടെന്നൊരു യോഗം വിളിച്ചതിന് പിന്നിൽ എന്താണ്? ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണോ അതോ EDയുടെ അന്വേഷണമാണോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളാണോ ഉമേഷ്? ഔദ്യോഗികമായി പറയുന്നത് ഇത്തരത്തിൽ സർക്കാരിന്റെ പദ്ധതികളുടെ അവലോകനവും സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകളും നിശ്ചയിക്കുക എന്നുള്ളതാണ് അടിയന്തര യോഗത്തിന്റെ നടപടി എന്നുള്ളതാണ്. എന്തായാലും എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വീണ്ടും ശക്തമാകുന്നു എന്നുള്ള സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചർച്ചയാകും. അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനം. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി എങ്ങനെയാണ് മുമ്പ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർത്ത് ഇടതുമുന്നണി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ആ രീതിയിലുള്ള ഒരു പ്രതിരോധ പരിപാടിയിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ LDF പോകുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഇതുകൂടാതെ സ്വാഭാവികമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അത് പ്രതിപക്ഷമടക്കം ഇത്തരത്തിൽ CPM മുൻ LDF കൺവീനറുടെ മരുമകൻ ഇതിന്റെ പ്രധാന ടെൻഡർ എടുത്തു എന്നുള്ളത് വലിയ ആരോപണമായി നിൽക്കുന്നു. സ്വാഭാവികമായി അത് ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ചില യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 3:30 യോഗം ചേരുന്നത്. പ്രതിഭ. തീർച്ചയായും ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും 3:30 ഇടതുമുന്നണിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ വിവാദങ്ങൾ പലതുണ്ട്. ബ്രഹ്മപുരമുണ്ട്, EDക്ക് മുന്നിൽ CM രവീന്ദ്രൻ ഹാജരായ വിഷയമുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ചർച്ചയായി എത്തിയേക്കാം. അതിലൊക്കെ കൗതുകം LDF കൺവീനർ EP ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരം കൂടിയാണ്. നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ MS അനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ അതിന്ന് എറണാകുളം നാട്ടിലേക്ക് കൂടി കടക്കുകയാണ്. അനീഷ്, എന്താണ് പ്രതിരോധ ജാഥ എന്നുള്ള പേര് അന്വർത്ഥമാക്കും വിധമാണല്ലോ CPMന് പിന്നാലെ ഒന്നൊന്നായി വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടി പുറപ്പെടുന്നത്. ജാഥ തുടങ്ങിയപ്പോൾ മുതൽ വിവാദമാണ്. ഓരോ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ്, നേരത്തെ ജാഥ തുടങ്ങിയപ്പോൾ തന്നെയുള്ള ട്രോളായിരുന്നു ഈ ജനകീയ പ്രതിരോധ
ജാഥ എന്ന് പേരിടുമ്പോൾ പ്രതിരോധമാണ് തീർക്കാൻ CPM ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ പ്രതിരോധമാണോ തീർക്കാൻ ഒരുങ്ങിയത് എന്ന രീതിയിലുള്ള ട്രോളുകൾ വന്നിരുന്നു. എന്തായാലും ആ ട്രോളുകൾ അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് ഈ വടക്കു നിന്നും ജാഥ ആരംഭിച്ചതാണ്ട് കേരളത്തിന്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ ഓരോ ദിവസവും സർക്കാരിനെതിരെയും അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയും ഉയർന്ന അനീഷ് ഒരു നിമിഷം കൂടി തുടരുക. അനീഷിലേക്ക് തിരികെ എത്താം. ഈ വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണനോടൊപ്പം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ചേരുകയാണ്. SSLC പരീക്ഷ തുടങ്ങുന്ന ദിവസം ആണ് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഉമേഷ്, അദ്ദേഹം പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ ഒരു സെഷൻ നടത്തിയിരുന്നു. പരീക്ഷാ പേടി എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച ഒരു SSLC പോലുള്ള പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷ നടത്തി തീർത്ത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നവരെ ഉത്കണ്ഠയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് മന്ത്രിക്കും പിന്നെ പൊതുവിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നല്ല തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി ഉള്ളത് ചോദ്യപേപ്പർ തയ്യാറാക്കുക. അത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അത് സൂക്ഷിക്കുക, അതും അതീവ രഹസ്യമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം വിജയകരമായി തന്നെ ഈ നിമിഷം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപകരെ ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി അയക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള അധ്യാപകരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിലൊരു വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. പിന്നെ നമുക്ക് കുട്ടികൾക്ക് പോർഷനെല്ലാം തീർത്തിട്ടുണ്ട്. മോഡൽ പരീക്ഷ നടത്തി. പിന്നെ നമുക്ക് അവിടെ സ്കൂളിൽ എത്തിച്ചേർന്നാൽ ഇന്നിപ്പോൾ ഒരു പ്രതികൂല കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് കുട്ടികളെല്ലാം വാട്ടർ ബോട്ടിൽ കരുതണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമാണ്. പിന്നെ അത് അല്ലെങ്കിൽ തന്നെ എല്ലാ ക്ലാസ് റൂമിൻ്റെ മുമ്പ് ശുദ്ധജലം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും വിദ്യാഭ്യാസ ഡയറക്ടർമാരുമായിട്ട് സംസാരിച്ചു, ജില്ലാ കളക്ടർമാരുമായിട്ട് സംസാരിച്ചു. അതുപോലെ DGPക്ക് പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രദേശത്തെ പോലീസ് ഓഫീസർമാർക്ക് ഇത് പ്രത്യേക ശ്രദ്ധയും പ്രത്യേകമായിട്ടുള്ള ഒരു മേൽനോട്ടം അതിന് നോക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെല്ലാം ഒരുപക്ഷെ ആദ്യമായി വലിയൊരു പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്ന കുട്ടികളാണ്. അവർക്ക് എങ്ങനെയാണ് അവരുടെ ടെൻഷനൊക്കെ മാറ്റാൻ എന്ത് ആണ് അവസാന നിമിഷം നൽകാനുള്ളത്? ആത്മവിശ്വാസത്തോടു കൂടി അവർ പോവുക. ഒരു ഉത്കണ്ഠയുടെയും പ്രശ്നമില്ല. ഈ വർഷം ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. ഈ കായിക രംഗത്തും പാഠ്യേതര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്ക് നോക്കി പരീക്ഷ എഴുതാൻ വേണ്ടി പോകണ്ട. ഗ്രേസ് മാർക്ക് അഡീഷണലായിട്ട് വന്നോട്ടെ. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. ആ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ്, അധ്യാപകർ, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. രക്ഷകർത്താക്കളും അതിൽ സഹകരിച്ചിട്ടുണ്ട്. കുട്ടികളും അതിൽ സംതൃപ്തരാണ്. ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്താണ് എവിടെ ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പരീക്ഷ നടത്തി തീർന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നവരെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ വാല്യുവേഷൻ്റെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വാല്യുവേഷൻ നടത്തി തീരുന്ന മുറയ്ക്ക് അത് മറ്റ് പരിശോധന നടത്തുന്നതിന് വേണ്ടി പരീക്ഷാ ഭവനിലും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടിയും അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് വിഷയങ്ങളും ആലോചിക്കാതെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തുകയാണ്. സ്വാഭാവികമായി അതിന്റെ സമീപത്തുള്ള കുട്ടികളെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ കുട്ടികളും ബുദ്ധിമുട്ട് തരണം ചെയ്ത് എത്തേണ്ടവരാണ്. അപ്പൊ അവരോട് കൂടി ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക നമ്മുടെ ഈ നിമിഷത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം പറയാൻ പ്രയാസമായിരിക്കും. നമുക്ക് അതീതമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ഇന്നലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. പുതിയ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ പരീക്ഷാ കേന്ദ്രങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് ചെറിയ ആശങ്കയോ ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് അവിടെ അവർ ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെ അവർ എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും നമുക്ക് അവിടെ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല.
കഴിഞ്ഞ ഒരു SSLC പരീക്ഷ എന്ന് പറയുന്ന ഒരു അക്കാഡമിക് വർഷത്തിന്റെ അവസാനമാണ്. അപ്പോൾ വലിയ കടമ്പകളെല്ലാം കടന്നു വരികയാണ്. അപ്പം മന്ത്രിയുടെ ഒരു SSLC കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ SSLC വലിയൊരു പരീക്ഷയായിരുന്നു. ഒരു ഓർമ്മ ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു മന്ത്രിയൊക്കെ അന്ന് എക്സാമിന് പോയത്? ഇപ്പോഴും അപ്പോഴും SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഒരു പ്രശ്നം തന്നെയാണ്. അതൊരു ഏറ്റവും വലിയ പരീക്ഷ എന്നുള്ള നിലയിൽ നമ്മുടെ അധ്യാപകരും രക്ഷാകർത്താക്കളും എല്ലാവരും കൂടെ പറഞ്ഞ് അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടികളെല്ലാം സാധാരണഗതിയിൽ തന്നെ എഴുതുന്നതിന് വേണ്ടിയുള്ള പിന്നെ തയ്യാറെടുപ്പിൽ ആണ്. എന്തായാലും പിന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പിന്നെ ആശംസകൾ. അതിനുവേണ്ടി കുട്ടികളെ തയ്യാറാക്കിയ രക്ഷാകർത്താക്കൾക്കും അതുപോലെ അധ്യാപകർക്കും ഒക്കെ തന്നെ പിന്നെ ആശംസകൾ. നമുക്ക് ഒരു കുറവുമില്ലാതെ നടന്നതിന് വേണ്ടി എല്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ നന്നായി തന്നെ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിനോടോ, ശിവൻകുട്ടി മിനിസ്റ്റർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ? അപ്പോൾ പേടിയുണ്ടായിരുന്നു? ആ പേടിയെല്ലാം എങ്ങനെയായിരുന്നു അത്? തീർച്ചയായിട്ടും അത് പിന്നെ പേടിയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ അത്ര വലിയ പിന്നെ പേടിയില്ല. കാരണം അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ നമുക്കൊന്ന് ഇത്രയും ഒരു എത്ര 40 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെ 45 വർഷങ്ങൾക്ക് മുമ്പോ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലുള്ള പിന്നെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളില്ല, മൊബൈൽ ഫോണില്ല, ടി വി ഇല്ല. നമുക്കാകെ ഉള്ള അധ്യാപകരും ഒക്കെ ആണുള്ളത്. അപ്പം അല്ല മാനസികമായിട്ട് ഒരു ധൈര്യം തരുന്നതിന് വേണ്ടി അങ്ങനെയൊന്നുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ അത് ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പരീക്ഷ കഴിഞ്ഞ് അടുത്തിന് +1 പോവുകയാണ്. ആ സംസ്ഥാനത്ത് ആവശ്യത്തിലധികം +1 ട്യൂഷനുകളുണ്ടോ? +1 ഒരു അഡ്മിഷൻ ഒരു പ്രശ്നമുണ്ട്. അത് ടോട്ടൽ സീറ്റ് നോക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ ജില്ലകളിലൊരു പ്രശ്നമുണ്ട്. അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു സമിതി നിയോഗിച്ചിട്ടുണ്ട്. കാരണം സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലകളിൽ നിന്ന് സീറ്റ് എടുത്ത് മറ്റു ജില്ലകളിലേക്ക് കൊടുക്കുന്ന സംബന്ധിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അപ്പോൾ ഈ അടുത്ത വർഷം ഈ പ്രാവശ്യം ഉണ്ടായ അത്രയും പോലും പ്രശ്നമില്ലാത്ത നിലയിൽ പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം 2 വാക്കുകളും ഒരു മോട്ടിവേഷനും കൂടി മന്ത്രിയുടെ വക. അല്ല, അവർ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ്റെ വിഷയമില്ല, ഒരു ഭയപ്പെടേണ്ട വിഷയമില്ല. സാധാരണ നിലയിൽ അവർ എങ്ങനെയാണോ പിന്നെ മുൻപ് പരീക്ഷകൾ എഴുതിയത് അതേ ജാഗ്രതയോടുകൂടി പരീക്ഷ എഴുതുക. ഇത് SSLC പരീക്ഷയാണ്, കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി എഴുതുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു പിന്നെ ചർച്ച തന്നെ നടത്തിയിരുന്നു. ഒരു സൈക്കോളജിസ്റ്റും അതേപോലുള്ള ചില ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള ഇതിൽ. അപ്പോൾ അതിൽ തന്നെ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ഉത്കണ്ഠയോ ഭയമോ ഉണ്ടായാൽ പിന്നെ ആകെ പ്രശ്നമാണ്. അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. സാധാരണ എഴുതുന്ന പോലെ പരീക്ഷ എഴുതുക, അത്ര തന്നെ. എല്ലാ ആശംസകളും കുട്ടികൾക്ക്. വളരെ നന്ദി മിനിസ്റ്റർ. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വളരെ തിരക്കുള്ള സമയമായിരുന്നു. അതിനിടയിൽ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ എത്തിയാൽ മതി, ഒരു ടെൻഷനും കൂടാതെ എത്തണമെന്നാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത്. പ്രദീപ്. എന്തായാലും പരീക്ഷാ ദിനത്തിൽ വലിയ ഒരു ഊർജ്ജമാണ്, പ്രചോദനമാണ്, ആശംസയാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. വേണ്ട, സാധാരണ പരീക്ഷ എഴുതുന്നത് പോലെ എഴുതുമെന്ന് പറയുന്നതിനൊപ്പം മറ്റൊരു രസകരമായ കാര്യം കൂടി മന്ത്രി പറഞ്ഞു. അതായത് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട് കായിക ഇനങ്ങൾക്കും പാഠ്യേതര വിഷയങ്ങൾക്കും. പക്ഷെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അത് മാത്രം ഓർത്ത് പോകേണ്ട, പഠിച്ചു പോയി പരീക്ഷ എഴുതണം. ആത്മവിശ്വാസത്തോടെ പഠിച്ചു പോയി പരീക്ഷ എഴുതി മടങ്ങി വരുമെന്നാണ് പറയുന്നത്. +1 സീറ്റിന്റെ കാര്യത്തിലായാലും മന്ത്രി ഒരു വ്യക്തത വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഈ പരീക്ഷ ജയിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായ സീറ്റില്ല, അത് വലിയൊരു വിവാദവും രാഷ്ട്രീയ വിവാദവും ഒക്കെ ആയി മാറുന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് ആവശ്യത്തിനധികം സീറ്റുണ്ട്, പക്ഷേ ജില്ലാ ബേസ് എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഈ പ്രാവശ്യം അതെല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പാണ് മന്ത്രി ഈ പരീക്ഷാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. എന്തായാലും തൽക്കാലം നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഒട്ടനവധി വാർത്തകൾ, ദേശീയ വാർത്തകൾ, രാജ്യാന്തര വാർത്തകൾ, സ്പോർട്സ് വാർത്തകൾ, അങ്ങനെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വരാനുണ്ട്. നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
മെല്ലെ ടെൻഷൻ അടിക്കണ്ട. 16 channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 67 plus crore viewers. India's largest news network, News 18 Network.
ബ്രഹ്മപുരത്തെ തീപിടുത്തവും വിഷപ്പുകയും ഒക്കെ വാർത്തകളിൽ നിറയുമ്പോൾ സമാനമായ ഒരു ഭീഷണിയും ആശങ്കയും നേരിടുകയാണ് കോഴിക്കോട്ട് ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ ഇടയ്ക്കിടെ തീപിടുത്തമുണ്ടാകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്കത് ആശങ്ക മാത്രമായിരിക്കില്ല, ഭയപ്പെടുന്ന പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ഒരാഴ്ചയായി വാർത്തകളിലൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നൽകുന്ന ഒരു കാര്യമാണ് ഈ തീപിടുത്തം. അപ്പൊ അതിന്റെ ദുരന്തം കൊച്ചി പേറുകയാണ്. അപ്പം അത് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന ആശങ്ക സ്വാഭാവികമായും പേടി അവരെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ജൈവ മാലിന്യങ്ങൾ മാത്രമല്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിക്കലർന്നാണ് അവിടെ കിടക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ടാണ് വലിയ രീതിയിലുള്ള തീപിടുത്തത്തിലേക്ക് ഇത് പോകാത്തത്. കോഴിക്കോടിന്റെ ബ്രഹ്മപുരമാണ് ഞെളിയംപറമ്പ്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചാൽ ഈ നഗരവും പുകയും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞെളിയൻ പറമ്പിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചെങ്കിലും കൂടുതൽ പടരാതെ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു. തീ പടർന്നാൽ അണയ്ക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഞെളിയംപറമ്പ്. സമീപത്ത് പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. റോഡരികിലുള്ള ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് ജൈവവളം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോഴില്ല. അതോടെയാണ് മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കരാറു നൽകിയെങ്കിലും കാര്യക്ഷമമല്ല. ഒരു തീപ്പൊരി വീണാൽ ആളിപ്പടരാൻ വെമ്പി നിൽക്കുന്ന മാലിന്യ കൂമ്പാരം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. എനിക്ക് തോന്നുന്നു 2019 മറ്റോ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് ഈ ഒരു വേസ്റ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി നമ്മളൊരു കമ്പനിക്ക് അതിനൊരു കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കരാർ നമ്മളിപ്പോഴും വർഷങ്ങളോളം പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ഒരു പ്രവൃത്തി ഇതുവരെ വിജയകരമായി മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ഈ നടക്കുന്ന തീപിടുത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു പ്രവർത്തനമായി മാത്രം മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിക്കുന്നത് ഈ ഒരു പ്രദേശവാസികളാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടിയാണിത്. അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ തൽപരനായിട്ട് നന്നായി വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ വേണ്ടത്ര പതിയുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ നടക്കുന്ന സംഭവം, അതേ ഒരു അവസ്ഥ ഇവിടെ വന്നുകൂടായില്ല എന്നുള്ളത് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 3 സെന്റിലും 5 സെന്റിലൊക്കെയാണ് പല വീടുകളുള്ളത്. ഒരു കോളനി പോലെ തന്നെയാണ്. ഇവിടെ എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് പ്ലാസ്റ്റിക് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നതൊഴിച്ചാൽ സംസ്കരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ബ്രഹ്മപുരത്തെ അനാസ്ഥ കൊണ്ടാണ് കൊച്ചി ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാനമായ സാഹചര്യം ഞെളിയൻ പറമ്പിലും ഉണ്ടാവുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എന്തായാലും ഞെളിയംപറമ്പിലെ ആ ജനങ്ങളുടെ പ്രദേശവാസികളുടെ ആശങ്ക ഫയർഫോഴ്സ് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രഹ്മപുരത്ത് ഇപ്പോഴും പോകുകയാണ്. നമ്മൾ മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ തൃശൂർ ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ചൂട് ഇങ്ങനെ കൂടി വരികയാണ്. അതിഭീകര ചൂടാണ് പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന. റെക്കോർഡ് ചൂട് പല ദിവസങ്ങളിലും രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട് കേരളത്തിൽ. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ളത്. തൃശൂർ കൈപ്പറമ്പ് പഞ്ചായത്തിലെ ഒരു പട്ടികജാതി കുടുംബത്തിന് സൗജന്യമായി ലഭിച്ചിരുന്ന കുടിവെള്ള കണക്ഷൻ നിലവിൽ വിച്ഛേദിച്ച സാഹചര്യമാണുള്ളത്. 17 വർഷം മുമ്പ് പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം ലഭിച്ച കണക്ഷനാണ് ഗുണഭോക്തൃ സമിതി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുന്നത്. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെട്ട പേരാമംഗലം സ്വദേശിനി സാവിത്രിയുടെ വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗുണഭോക്തൃ സമിതി വിച്ഛേദിച്ചത്. കണക്ഷൻ തുടരണമെങ്കിൽ 2500 രൂപ അടയ്ക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടതായി ഇവർ പറയുന്നു. എന്നാൽ 17 വർഷം മുമ്പ് സൗജന്യമായി ലഭിച്ച കണക്ഷനാണിതെന്നും പിന്നെന്തിന് വീണ്ടും പണമടയ്ക്കണമെന്നും സാവിത്രിയും കുടുംബവും ചോദിക്കുന്നു. പണമടയ്ക്കാൻ സാവകാശം ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടിയില്ലാതെ ഇവരുടെ കണക്ഷൻ വിച്ഛേദിച്ചുവെന്നാണ് പരാതി. ഗുണഭോക്താക്കളാണ് അടയ്ക്കണ. ഇപ്പോൾ വെള്ളത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തല്ല, അപ്പൊ അതുകൊണ്ട് ആ പൈസ നിങ്ങൾ കെട്ടണം. പക്ഷെ SC-കാർക്ക് സൗജന്യമായി കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം അവർ പറയുന്നില്ല. ആരോട് പറയണത്?
കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ സാവിത്രിയും കുടുംബവും ഏറെ ദുരിതത്തിലാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അലക്കാനും ബാത്റൂമിലേക്ക് ഇതിന്റെ കണക്ഷനാണ് ഞങ്ങൾ ബക്കറ്റിൽ നിറച്ച് അവിടെ വെച്ച് കുട്ടികൾക്ക് ഇതിനൊക്കെ ചെയ്യണം. പിന്നെ അലക്കാൻ, പിന്നെ പാത്രം കഴുകാൻ. കിണറ്റിലെ വെള്ളം ഇപ്പോൾ പറ്റും, മാർച്ച് മാസമായാൽ പറ്റും. എനിക്ക് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് കുടിവെള്ളം കൊണ്ടുവരും. ഇതിപ്പോ പാട പോലെ വരുന്ന കാരണം കുടിയില്ലേ, പാപ്പന്റെ വീട്ടിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരും. 7 മാസത്തെ കുടിശ്ശിക ഉള്ളതിനാൽ ഗുണഭോക്തൃ സമിതി ഇവരുടെ കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് വാർഡ് മെമ്പർ ജോയ്സി ഷാജൻ പ്രതികരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച കുടിവെള്ള കണക്ഷന് 2500 രൂപ എന്തിന് വീണ്ടും അടക്കണമെന്ന ചോദ്യത്തിന് ഗുണഭോക്തൃ സമിതിയാണ് ഇക്കാര്യം പരിശോധിക്കേണ്ടതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സാവിത്രി പട്ടികജാതി പട്ടികവർഗ ക്ഷേമവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പച്ചക്കറി കൃഷി നെഞ്ചിലേറ്റി വിജയം നേടി മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ് ഇടുക്കിയിലെ ഒരു കർഷക. അതൊന്ന് കാണില്ലേ? തീർച്ചയായും. എവിടെയാന്ന് വെച്ചാൽ വണ്ടിപ്പെരിയാറിലാണ്. സംസ്ഥാനതല അംഗീകാരം വരെ ലഭിച്ച ബിൻസി ജെയിംസ് ആണ്. ഇപ്പോൾ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി നടത്തുന്നത്. ഇത് കാണാനായി ഒട്ടേറെ പേർ സഞ്ചാരികൾ ഇത് കാണാനും കണ്ടു പഠിക്കാനും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. അവിടെ എത്തുന്ന പല സഞ്ചാരികളും ബിൻസിയുടെ ഈ കൃഷിത്തോട്ടം കണ്ടും അവിടുത്തെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടുമാണ് അവിടെ നിന്നും മടങ്ങുന്നത്. 9ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി കൂലിപ്പണി ചെയ്തിരുന്നു ബിൻസി ജെയിംസ്. വിവാഹശേഷം അടുക്കളത്തോട്ടത്തിലൂടെയാണ് പച്ചക്കറി കൃഷിയിലേക്ക് എത്തുന്നത്. കുമളിയിലെ താമസകാലത്ത് അവിടുത്തെ പള്ളിവക സ്ഥലം പാട്ടത്തിനെടുത്തു. വിഷവിമുക്ത പച്ചക്കറിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞു. പച്ചക്കറികൾ ജനങ്ങളിലെത്തിക്കാൻ കൃഷി വ്യാപകമാക്കി. ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലേക്ക് ഒരു 2 ഏക്കർ കൃഷി സ്ഥലം എടുത്ത് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അത് കുമളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് വനിതാ കർഷകർക്ക് കിട്ടുന്ന കർഷക തിലകം അവാർഡ്, സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ബിൻസിയെ തേടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും എത്തി. പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച വനിതാ പച്ചക്കറി കർഷകയ്ക്കുള്ള അവാർഡും ലഭിച്ചു. കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് താമസം മാറിയ ബിൻസി ജെയിംസ് പച്ചക്കറി കൃഷിയുടെ പുതിയ തലം കണ്ടെത്തുകയായിരുന്നു. ഇത്തവണ ഫാം ടൂറിസം രീതിയിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. നിരവധി വിനോദസഞ്ചാരികൾ ഫാം സന്ദർശിക്കുന്നുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കുറച്ചു നാളുകൾക്ക് മുമ്പിൽ വാർത്തകളിൽ നിറഞ്ഞ 2 പേരുടെ കഥയാണ് ഇനി പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സായ സഹദും സിയയുമലെ അവരവരുടെ കുഞ്ഞിന് പേരിട്ടിരിക്കുകയാണ്. സബിയ സഹദ് എന്നാണ് കുഞ്ഞിന് പേരിട്ടത്. വനിതാ ദിനത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു പേരിടൽ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. 3, 2, 1. സഹദും സിയയും കുഞ്ഞിക്കാതിൽ പേര് ചൊല്ലി വിളിച്ചു. സബിയ സഹദ്. സബിയ എന്നാൽ പ്രകാശിക്കുന്നവൾ. ജീവിതത്തിലെ വെളിച്ചമായവൾക്ക് ഇതിലും നല്ലൊരു പേരില്ലെന്ന് സഹദും സിയയും. സന്തോഷം മാത്രമാണ്. എന്താ പറയുക, ഒരു ഇരട്ടി മധുരം പോലെയാണ് ഇപ്പോൾ ലൈഫ് ഫുള്ള് ഹാപ്പി ആയിട്ട് ഒന്നുകൂടെ കളറായിട്ട് മുന്നോട്ട് പോകുന്നു. ഒത്തിരി സന്തോഷം. റെസ്റ്റിലായിരുന്നു, ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പം എന്നാണ് ഞാൻ എണീച്ച് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വന്നത്. ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്നൊന്ന് ഓടിച്ചാടി നടക്കാനൊന്നും പറ്റും. എന്തായാലും 3 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാം. കുഞ്ഞ് ജനിച്ച് 28ാം ദിവസം വനിതാ ദിനത്തിലായിരുന്നു ചടങ്ങ്. ഫെബ്രുവരി 8-നായിരുന്നു ട്രാൻസ്മെന്റായ സഹദ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്മെൻ പ്രസവം. ജനന സർട്ടിഫിക്കറ്റിൽ സിയ കുഞ്ഞിന്റെ അമ്മയും പ്രസവിച്ച സഹദ് അച്ഛനുമാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഇനിയൊരു റെക്കോർഡിന്റെ കഥയാണ്. മലപ്പുറം മൂർക്കനാട് സ്വദേശി ഹിഷ്മ എന്ന പെൺകുട്ടിയാണ് വളരെ രസകരമായ ഒരു റെക്കോർഡിനുടമയായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മലബാർ കലാപത്തെ കുറിച്ച് ഒരു കുഞ്ഞൻ പുസ്തകം തയ്യാറാക്കിക്കൊണ്ടാണ് ആ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. കറുത്ത മഷിയിൽ അച്ചടിയെ വെല്ലുന്ന കൈയെഴുത്തുമായാണ് ഹിഷ്മ എന്ന +2 വിദ്യാർത്ഥിനി ഈ കുഞ്ഞൻ പുസ്തകം നിർമ്മിച്ചത്. പുസ്തകത്തിൽ കുറിച്ചതാകട്ടെ മലബാറിന്റെ ചരിത്ര ഏടുകളിലെ സുപ്രധാന സംഭവമായ മലബാർ കലാപവും. ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളെ കോളേജിലെ പ്രിൻസിപ്പളാണ്, ഷെഫിക് സാറാണ് ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അതുപോലെ എല്ലാ അധ്യാപകന്മാരും ഇതിനുവേണ്ടി
സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരും ഇഷ്ടപ്പെട്ട വിഷയം ചരിത്രം പഠിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇങ്ങനെ ഇത് തെരഞ്ഞെടുത്തു. 2.5 സെന്റിമീറ്റർ നീളവും വീതിയും 3.1 സെന്റിമീറ്റർ കനവും ഉള്ളതാണ് കൈയെഴുത്ത് പുസ്തകം. മലബാർ 1921-22 എന്ന പേരിലാണ് പുസ്തകം. കരിപ്പറമ്പ് ഫാത്തിമ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥിനിയായ ഹിഷ്മയുടെ 250 പേജുകൾ ഉള്ള പുസ്തകത്തിൽ 1921 മുതൽ 1922 വരെ നടന്ന മലബാർ കലാപവും അനന്തര സംഭവങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. ബുക്ക് ഏറ്റവും ചെറിയൊരു ബുക്കാണ്. ഇന്ത്യയിലെ തന്നെ കുറെ മലബാർ കലാപത്തെ കുറിച്ച് എഴുതിയതാണ് ഈ ബുക്ക്. 1921 മുതൽ 1922 വരെയുള്ള മലബാർ കലാപത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ചെറിയൊരു ബുക്കാണ്. 201 പേജാണ് ഇതിൽ ടോട്ടൽ ആയിട്ടുള്ളത്. മകളുടെ നേട്ടത്തിൽ അഭിമാനമെന്ന് കുടുംബം. ഞാനൊരു ഉമ്മ എന്നുള്ളതിൽ പിന്നെ നല്ലൊരു അഭിമാനമുണ്ട്. അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. പറയുന്നത് IAS ആവണം എന്നുള്ളതാണ്. അതിനെ ശ്രമിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രം ഏറെ ഇഷ്ടപ്പെടുന്ന ഹിഷ്മയ്ക്ക് ഇനിയും ഏറെ റെക്കോർഡുകൾ നേടണമെന്നതാണ് ആഗ്രഹം. ന്യൂസ് 18 തിരൂർ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോട്ടയത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തതാണ്. വയനാടായാലും പാലക്കാടായാലും PT7 ആയാലും PM2 ആയാലും മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. കാട്ടാനെയാണ് മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പനെ അത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ദൌത്യസംഘം അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് കോട്ടയത്ത് നിന്ന് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നത്. കോട്ടയം ചെങ്ങനാശ്ശേരി തുരുത്തിയിൽ ഇടഞ്ഞ ആനയെ മയക്കുവെടി വെച്ച് ഇപ്പോൾ തളച്ചിരിക്കുന്ന സാഹചര്യമാണ്. ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് വാഴപ്പള്ളി മഹാദേവൻ എന്ന ആന ഇടഞ്ഞത്. എന്തായാലും ആന ഇടഞ്ഞതിനെ തുടർന്ന് MC റോഡിലെ ഗതാഗതവും ഏറെ നേരം സ്തംഭിച്ചു. അപ്പോൾ പ്രഭാത കേരളം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. രാജ്യാന്തര വാർത്തകളുണ്ട്, ദേശീയ വാർത്തകളുണ്ട്, കായിക വാർത്തകളുണ്ട്, പത്രവിശേഷമുണ്ട്, മറ്റു നിരവധി വാർത്തകളുണ്ട്. എന്തായാലും ഇടവേള കഴിഞ്ഞാൽ ഉടനെ KP അഭിലാഷ് പത്രവാർത്തയുമായി ചേരും സ്റ്റുഡിയോയിൽ നിന്ന്. തുടരുകയാണ്. ഇനി പത്രവാർത്തകൾ ഒന്ന് കാണാം. KP അഭിലാഷാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് അഭിലാഷ്, എന്തൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ഇന്ന്? ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, ഗുഡ് മോർണിംഗ് രഞ്ജിനി. വാർത്താ സമ്പുഷ്ടമായ ദിനങ്ങളാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യധാര പത്രങ്ങളുടെ എല്ലാം ആദ്യ പേജുകളിൽ തന്നെ വ്യത്യസ്തമായ വാർത്തകൾ ആണ് ഇടം പിടിച്ചിട്ടുള്ളത്. നമുക്ക് ആ വാർത്തകളിലേക്ക് വിശദമായി പോകാം. പത്രം 18ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം എത്ര വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് എന്നതിന്റെ ചൂണ്ടുപലകയായി മാറിയിരുന്നു ബ്രഹ്മപുരത്തെ തീപിടുത്തം. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതിന് കാര്യമായ മാറ്റമില്ല. CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനിയും അതോടൊപ്പം CPIയുടെ മുഖപത്രമായ ജനയുഗവും ഇന്നും കാര്യമായ ഒരു പരിഗണന ഈ വിഷയത്തിന് നൽകിയിട്ടില്ല എന്ന് പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നു. അതിന്റെ രാഷ്ട്രീയവും കാരണവും എന്ത് എന്ന് പത്രവായനക്കാർക്ക് അറിയുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഈ പ്രധാന പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ തലക്കെട്ടുകളിലേക്ക് പോയിട്ടുള്ളത് കേരള കൗമുദിയാണ് എന്ന് നിരീക്ഷിക്കേണ്ടി വരുന്നു. കാരണം ഹൈക്കോടതി കടുപ്പിച്ചു, ബ്രഹ്മപുരത്തേക്ക് നോ പ്ലാസ്റ്റിക്, കളക്ടർ തെറിച്ചു, 8ാം ദിവസവും കെടാതെ തീ. അതായത് ഒരു സമഗ്രമായ ചിത്രം ഒരൊറ്റ തലക്കെട്ടിൽ ഈ കേരള കൗമുദി ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നു. അതിനോടൊപ്പം തന്നെ കളക്ടർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന കോടതിയുടെ വിമർശനം വരുന്നു. തൊട്ടു പിന്നാലെ രേണു രാജിന് അടക്കമുള്ള കളക്ടർമാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു. നോ പ്ലാസ്റ്റിക്, അവിടെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിനെ ബാൻ ചെയ്യുന്ന, വിലക്കുന്ന ഒരു സിമ്പിളോട് കൂടിയാണ് നോ പ്ലാസ്റ്റിക്. അതായത് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് എത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതെല്ലാം ഒരൊറ്റ
ഹെഡ്ലൈനിൽ തന്നെ ഒതുക്കാൻ, മനോഹരമാക്കാൻ കേരള കൗമുദിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്നിവ 1, 2, 3 എന്ന നിലയിൽ പോയിന്റായി പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കേരള കൗമുദി ആ വാർത്തയെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേ വാർത്ത മനോരമയിലേക്ക് വരുമ്പോൾ അതിൽ മനോരമ ഒരു കോളം വാർത്തയായി നൽകിയിട്ടുള്ളത് ചികിത്സ തേടി കൂടുതൽ പേർ, ജനം താമസം മാറ്റുന്നു എന്നുള്ളതാണ്. ഈ എറണാകുളം നഗരപ്രദേശം, അതായത് കേരളത്തിന്റെ മെട്രോ നഗരമാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കുന്ന നഗരമാണ് എറണാകുളം. അവിടെ കൂടുതൽ ആളുകൾ ആശുപത്രികളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾ ബന്ധു വീടുകളിലേക്കോ പരിചയക്കാരുടെ വീടുകളിലേക്കോ ഒക്കെ മാറുകയാണ്. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനോരമ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതൊരു കോളം വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മാതൃഭൂമി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഇന്നലെ കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ നടത്തിയ ഒരു പരാമർശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നൽകിയിട്ടുള്ളത്. അത് ശുദ്ധവായു ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ളതാണ്. കുടഞ്ഞു കോടതി എന്നുള്ളതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് എങ്കിൽ പോലും ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഒരു അടിസ്ഥാന സൗകര്യം എന്ന നിലയിൽ ശുദ്ധവായുവും ശുദ്ധജലവും ഒക്കെ കേരളം പോലെ വിഭവസമൃദ്ധമായ ഒരു സംസ്ഥാനത്ത് അത് ജനങ്ങളുടെ പരമാധികാരവും അവകാശവുമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ദേശീയ ദിനപത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളും അതീവ ഗൗരവത്തോടുകൂടി ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ സായി കിരൺ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നൽകിയിട്ടുള്ള വാർത്ത എന്നത് ഈ ബ്രഹ്മപുരത്തെ മാലിന്യ നിർമ്മാർജ്ജന കരാർ ഏറ്റെടുത്ത കമ്പനി നേരത്തെ തന്നെ ഇത്തരം കരാറുകൾ ലംഘിച്ചിട്ടുള്ളതാണ് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികളെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലം, കണ്ണൂർ കോർപ്പറേഷനുകൾ എന്നുള്ളതാണ്. അത് ഗൗരവമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ബ്രഹ്മപുരത്തേത് ഒരു മാലിന്യ കൂമ്പാരം മാത്രമല്ല, അതൊരു അഴിമതിയുടെ കൂമ്പാരം കൂടിയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിൽ ഈ കരാർ വയലേഷൻ നടത്തിയിട്ടുള്ള കമ്പനിയാണ് ഇത് എന്ന വാർത്ത അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കാണേണ്ടത് കേരള കൗമുദി നൽകുന്ന മറ്റൊരു വാർത്തയുണ്ട്. അത് പനിച്ചൂടിലും മരുന്നില്ലാതെ ഗവൺമെന്റ് ആശുപത്രികൾ എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ചില കണക്കുകൾ ഉൾപ്പെടെയാണ്. അതായത് 2020 12 ലക്ഷം ആളുകൾ ആയിരുന്നു വൈറൽ പനിക്ക് കേരളത്തിൽ ചികിത്സ തേടിയത് എങ്കിൽ 2021 അത് 14 ലക്ഷമായിരുന്നു. അത് ഒരു കോവിഡ് കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ 2022 എത്തിയപ്പോൾ 32 ലക്ഷം ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവർക്ക് മരുന്നുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. നിലവിൽ 5,30,000-ഓളം രോഗികൾ ചികിത്സ തേടിക്കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ. വേതന സംഹാരികളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ സർക്കാർ ആശുപത്രികൾ ഉന്നത നിലവാരം എന്ന് അവകാശപ്പെടുമ്പോൾ പോലും മരുന്ന് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദീപിക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകുന്നത് സ്വകാര്യ വനങ്ങൾ ഏറ്റെടുക്കൽ 50 സെന്റ് വരെ ഇളവ് എന്നുള്ളതാണ്. ഇത് ഈ കർഷകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒന്നാണ്. അതായത് സ്വകാര്യ വന ഭൂമി വ്യക്തികളുടെ കയ്യിൽ ഉള്ളത് പൂർണ്ണമായും പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അത് പിന്നീട് 25 സെന്റ് വരെ കർഷകർക്ക് കൈവശം വെക്കാം എന്ന നിലപാടിലേക്ക് പോയിരുന്നു. ഏറ്റവും ഒടുവിൽ അത് 50 സെന്റ് വരെയെങ്കിലുമുള്ള കർഷകർക്ക് ഇളവ് നൽകിയില്ല എങ്കിൽ നിരവധി സാധാരണക്കാരെ ബാധിക്കുമെന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ അന്തസത്തയെ ഹനിക്കുന്നതാകുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 50 സെന്റ് വരെ സ്വകാര്യ വനഭൂമി കൈവശമുണ്ട് എന്ന് തെളിയിക്കുന്നവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കും എന്നുള്ളതാണ് ഗൗരവത്തോടുകൂടി ദീപിക നൽകുന്ന വാർത്ത. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ദേശാഭിമാനിയും ജനയുഗവും ബ്രഹ്മപുരത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് അത്ര പരിഗണന നൽകുന്നില്ല എന്ന്. അത് തീർച്ചയായും സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന വാർത്തയാണ്. എന്നാൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ മെച്ചപ്പെടുത്താൻ തക്കതായ ഒരു ക്യാമ്പയിൻ സർക്കാർ ആരംഭിക്കുകയാണ്. അത് താലൂക്ക് അദാലത്തുകളാണ്. വളരെ നല്ല ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനസമ്പർക്ക പരിപാടികൾ, ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രിമാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കാൻ പോവുകയാണ്. അതിനുള്ള സമയപരിധി ഏപ്രിൽ 1 മുതൽ 10 വരെയാണ് ഇത്തരത്തിൽ പരാതികൾ സ്വീകരിക്കുക. പരിഗണിക്കുന്ന വിഷയങ്ങൾ, ആരൊക്കെയാണ് ഈ അദാലത്തിൽ പങ്കെടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വാർത്ത 1ാമത്തെ പേജിൽ തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്ത കൂടിയാണത്.
മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായ വിഷയമായിരുന്നു വക്കീൽ ഷുക്കൂറിന്റെ വിവാഹം. അദ്ദേഹം വിവാഹിതനാണ്, അദ്ദേഹത്തിന് മക്കളുണ്ട്. പക്ഷേ മതനിയമപ്രകാരമുള്ള വിവാഹമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മക്കൾക്ക് പൂർണ്ണമായും പെൺമക്കൾക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു വിവാഹിതനായത്. അദ്ദേഹം ഒരു സിനിമാ താരം എന്നതുകൊണ്ടുകൂടിയാണ് ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. മംഗളം പത്രം 1-ാം പേജിൽ തന്നെ ഈ വാർത്ത നൽകുകയും ഫത്വ കൗൺസിൽ ഈ ഷുക്കൂറിനെതിരെ, അതായത് മതനിയമപ്രകാരം ഭൂസ്വത്തുക്കൾ എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ എന്നത് അള്ളാഹുവാണ്, അള്ളാഹു മുന്നോട്ട് വെച്ചിട്ടുള്ള തരത്തിൽ മാത്രമേ സ്വത്തിന്റെ ക്രയവിക്രയങ്ങൾ പാടുള്ളൂ എന്ന ഫത്വ കൗൺസിലിന്റെ മുന്നറിയിപ്പ് അടക്കം, അതായത് മതനിഷേധമാണ് ഷുക്കൂർ വക്കീലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഈ കണ്ടന്റായി മംഗളം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മൾ മതനിയമത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മറ്റൊന്ന്, ഈ മുസ്ലിം എന്ന മതനാമത്തോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് അതിൻ്റെ 75-ാം വാർഷികത്തിലേക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടം കൂടിയാണ് ഇപ്പോൾ. അവിടെ എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൽപ്പത്തി ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെയാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത്. അത് പടർന്നു പന്തലിക്കുകയും കേരളത്തിൽ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പ്രാധാന്യം എന്ത് എന്നത് ഉൾപ്പെടെ മലയാള മനോരമയും മാതൃഭൂമിയുമാണ് ആ വാർത്ത ഏറ്റവും വലിയ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2 പത്രങ്ങളും അവരുടെ എഡിറ്റോറിയൽ പേജിൽ അടക്കം സമഗ്രമായ റിപ്പോർട്ട്, അതായത് മുസ്ലിം ലീഗിന്റെ ഉൽപ്പത്തി, അതിന്റെ വളർച്ച, വർത്തമാന രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രസക്തി, ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ രാഷ്ട്രീയ സാക്ഷരത കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയും മനോരമയും അവരുടെ എഡിറ്റോറിയൽ പേജിൽ അവരുടെ മുഖപ്രസംഗം തന്നെ 2 പത്രങ്ങളുടെയും മുഖപ്രസംഗം എന്നത് ഈ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ, മനോരമ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ പത്രം, ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വരുമ്പോൾ ദ ഹിന്ദുവിന്റെ വളരെ പ്രധാനപ്പെട്ട തലക്കെട്ട് എന്നത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ, ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ആ മേഖലയിലടക്കം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഈ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ധനമന്ത്രാലയം, കേന്ദ്ര ധനമന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദു അവരുടെ തലക്കെട്ടിൽ തന്നെ മണി ലോണ്ടറിംഗ് ലോസ് വിൽ നൗ കവർ ക്രിപ്റ്റോ കറൻസി ട്രേഡ് സെയ്സ് ഫിനാൻസ് മിനിസ്ട്രി, ധനകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച സമഗ്രമായ വാർത്ത നൽകുന്നുണ്ട്. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം അല്ലെങ്കിൽ വരുന്ന 1-2 ദിവസങ്ങൾ എന്നത് അവരുടെ നെഞ്ചിടിപ്പ് ഏറ്റുന്ന ദിനമാണ്. എല്ലാ പത്രങ്ങളും പ്രധാന കായിക വാർത്തയായി നൽകിയിട്ടുള്ളത് ഇന്ത്യ ഓസ്ട്രേലിയ അവസാന ടെസ്റ്റ് എന്നതാണ്. അതിൽ ഞാൻ മാതൃഭൂമി പത്രമാണ് പ്രേക്ഷകർക്ക് ഈ തലക്കെട്ടായി, അതായത് ഫൈനൽ ടെസ്റ്റ് എന്നാണ്. അതായത് ഒരു ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്നു മുതൽ ആരംഭിക്കുന്നു. ജയിച്ചാൽ ഇന്ത്യ ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കടങ്ങും. അതിന്റെ പ്രസക്തി എന്ത്, പ്രാധാന്യം എന്ത് എന്നൊക്കെ ഈ വാർത്താ പ്രഭാതം ആരംഭിച്ചപ്പോൾ തന്നെ അവതാരകർ പറയുകയും ചെയ്തു. വളരെ പ്രാധാന്യത്തോടു കൂടി കായിക പേജിൽ എല്ലാ ദിനപത്രങ്ങളും ഈ മത്സരത്തിന് ഇടം നൽകിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷ. ഇപ്പോൾ പരീക്ഷകളെ പേടിക്കേണ്ടതില്ല. ഒരു കാലഘട്ടത്തിലൊക്കെ SSLC പരീക്ഷ എന്നത് ഒരു വ്യക്തിയുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ജോലി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ ഒക്കെ മാറിയ പശ്ചാത്തലത്തിൽ മറ്റു പരീക്ഷകളെ പോലെ തന്നെ SSLC പരീക്ഷയും നോക്കിക്കണ്ടാൽ മതി എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളും ഈ SSLC പരീക്ഷ ഇന്ന് ആരംഭിക്കുന്നു എന്ന വാർത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു ക്യാപ്ഷനോടുകൂടി ഈ വാർത്ത നൽകിയത് ഈ ചിരി A+ എന്ന നിലയിൽ പെൺകുട്ടികൾ ഇന്ന് ആരംഭിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആണ്. ഇന്ന് ആരംഭിക്കുന്ന SSLC പരീക്ഷയ്ക്കായി സ്കൂൾ ബസ്സിലിരുന്ന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിനികൾ. തൃശ്ശൂരിൽ നിന്നുള്ള ചിത്രം ആണ് 1-ാം പേജിൽ കേരള കൗമുദി നൽകിയിട്ടുള്ളത്. പത്രവാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും SSLC പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ന്യൂസ് 18 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ മനോഹരമായ ചിത്രം പ്രേക്ഷകരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ പത്രവാർത്തകളുടെ സമഗ്രമായ ഒരു ചിത്രം അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് പ്രദീപ് സാറിലേക്കും ഒപ്പം രഞ്ജിനിയിലേക്കും. താങ്ക് യു അഭിലാഷ്. എന്തായാലും വളരെ സമഗ്രമായിരുന്നു പത്ര അവലോകനവും അഭിലാഷിന്റെ വക. ദേശീയ തലത്തിലും വാർത്തകളാൽ സമ്പുഷ്ടമാണ്. ദേശീയ വാർത്തകൾ, അതെ. ER രാഗേഷ് ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട്
അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് ഹൈദരാബാദ് വരെ ആ ഒരു അന്വേഷണവും അതിന്റെ വിവാദങ്ങളും നീളുകയാണ്. ഒരു ഭാഗത്ത് മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ തിഹാർ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് അതും കൊടും കുറ്റവാളിക്ക് ഒപ്പമാണ് പാർപ്പിച്ചിരിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തിയിരിക്കുന്നത്. ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രതിഷേധം കടുക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഈ KCRന്റെ മകൾ കവിതയെ കഴിഞ്ഞ ദിവസം ED നോട്ടീസ് നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഹാജരാവില്ല, നാളെ EDക്ക് മുന്നിൽ ഹാജരാകാമെന്നാണ് കവിത വ്യക്തമാക്കിയിരിക്കുന്നത്. ത്രിപുരയിൽ ആണെങ്കിൽ വളരെ നിർണായകമായ വളരെ ശ്രദ്ധേയമായ ഒരു നീക്കത്തിലാണ് BJP. അവിടെ 3 മന്ത്രിസ്ഥാനം ക്യാബിനറ്റിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തിപ്രാമോത്തയെ ഒപ്പം കൂട്ടാൻ, പ്രദ്യുത് മാണിക്കയെ ഒപ്പം കൂട്ടാനുള്ള എന്തായാലും BJPയുടെ സഖ്യകക്ഷി വളരെ വിശദമായി ER രാഗേഷ് തന്നെ അന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ, അതായത് വോട്ടെണ്ണൽ വാർത്തകൾ വരുന്നതിന്റെ ഇടയിൽ ചൂണ്ടിക്കാട്ടിയതാണ് BJPയുടെ സഖ്യകക്ഷിയെ നിലംപരിശാക്കി ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ പോലും സാധ്യതകൾ തീരെ ഇല്ലാതാക്കിയാണ് തിപ്രാമോത്ത വലിയ വിജയം കുറിച്ചത്. അപ്പോൾ അവരെ കൂടി ഒപ്പം നിർത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ BJP. ER രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്, സ്വാഗതം പ്രഭാത കേരളത്തിലേക്ക്. എന്തൊക്കെയാണ് ദേശീയ തലത്തിലുള്ള പ്രധാന വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ്, രഞ്ജിനി. ദേശീയ തലത്തിൽ ഏതായാലും ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഒപ്പം തന്നെ CBIയുടെയും അന്വേഷണം വ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ മനീഷ് സിസോദിയ തിഹാർ ജയിലിൽ കൊടും കുറ്റവാളിക്കൊപ്പം കഴിയുന്നു എന്ന് ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ത്രിപുരയിലെ സഖ്യ നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ്. ആദ്യം ഏതായാലും ഡൽഹിയിലെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. ഡൽഹി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഇന്ന് K. കവിത, തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിത ഹാജരാകില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി കവിത ഡൽഹിയിലെത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഹാജരാകാനാകില്ല എന്ന് ഏതായാലും EDയെ അറിയിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ട് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പല പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ED ഷോർട്ട് നോട്ടീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ EDയുടെ ഇപ്പോൾ പെട്ടെന്ന് ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല എന്നാണ് കവിത വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നാളെ വനിതാ സംവരണ ബിൽ പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TRS നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹം നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സത്യാഗ്രഹം വൈകിട്ട് മാത്രമാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് കവിത അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു തീയതി ഹാജരാകാമെന്ന് കവിത ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് മറ്റന്നാൾ ശനിയാഴ്ച ഹാജരാകാമെന്നാണ് കവിത EDയുമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ അന്വേഷണ ഏജൻസിയുമായി ഏത് തരത്തിലുള്ള സഹകരണത്തിനും അല്ലെങ്കിൽ അന്വേഷണവുമായി ഏത് തരത്തിലുള്ള സഹകരണം തയ്യാറാണെന്ന് കൂടി കവിത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള വ്യവസായി അരുൺ രാമേന്ദ്രൻ പിള്ളയെ കഴിഞ്ഞ ദിവസമാണ് ED അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കവിതയെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം അരുണിന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ അരുൺ കവിതയുടെ ബിനാമിയാന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നിരുന്നു. EDയുടെ കുറ്റപത്രത്തിലും സമാനമായ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മറ്റന്നാൾ ഹാജരാകുമെന്നാണ് ഇപ്പോൾ കവിത EDയെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെയാണ് മനീഷ് സിസോദിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്ത് സിസോദിയ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയാണുള്ളത്. തിഹാർ ജയിലിലാണ് കഴിയുന്നത്. എന്നാൽ തിഹാർ ജയിലിൽ കൊടും കുറ്റവാളികൾക്കൊപ്പമാണ് സിസോദിയെ പാർപ്പിച്ചിട്ടുള്ളതെന്ന ആരോപണം ഇതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നു. അതായത് സെൽ നമ്പർ 1 സിസോദിയ ഉള്ളത്. ഇവിടെ കൊലപാതക കേസിലെ പ്രതികളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസോദിയുടെ ജീവൻ അപകടത്തിലാണ്. BJP ബോധപൂർവമായ ശ്രമം, ഇതിന് സിസോദിയെ വകവരുത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണം ഇതിനോടകം തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ തിഹാർ ജയിൽ അധികൃതർ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. കാരണം സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് സിസോദിയെ പാർപ്പിച്ചിട്ടുള്ളത്. ഈ ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്ന് ഏതായാലും തിഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഡൽഹിയിലെ ജയിലുകളെല്ലാം തന്നെ ഡൽഹി സർക്കാരിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ അടിസ്ഥാനമില്ല. മാത്രവുമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ രഹസ്യങ്ങൾ എല്ലാം അറിയുന്ന നേതാവാണ് സിസോദിയ. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ തന്നെയാകും സിസോദിയക്കെതിരെ ഗൂഢാലോചന നടത്തുന്നെന്ന ആരോപണം മറുപടിയാണ് ഇപ്പോൾ ഏതായാലും BJP നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. മറ്റൊന്ന്, ഡൽഹിയിൽ നിന്ന് ത്രിപുരയിലേക്ക് വന്നാൽ അവിടെ BJP സർക്കാർ അധികാരമേറ്റു. BJPക്ക് അവിടെ കേവല ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അവിടെ ത്രിപ്രാമോത്ത എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് കിട്ടിയ പാർട്ടിയെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിക്കൊപ്പം 8 മന്ത്രിമാരാണ്. 3 ക്യാബിനറ്റ് ബർത്തുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ 3 മന്ത്രിസ്ഥാനങ്ങൾ തിപ്രാമോത്തയ്ക്ക് നൽകാനാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം തിപ്രാമോത്ത
നേതാക്കളുമായി പ്രദ്യുത് മാണിക് വർമ്മനുമായി ചർച്ച നടത്തിയിരുന്നു. അവിടുത്തെ ഗോത്ര ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഭരണഘടന പദവി അല്ലെങ്കിൽ ഭരണഘടന പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. ഫെബ്രുവരിയിൽ 2 സീറ്റുകൾ ബി ജെ പി സിറ്റിംഗ് സീറ്റുകളാണെങ്കിൽ ആ സീറ്റുകൾ ഏത് വിധേയം നിരത്തുക, ആ വോട്ട് ഭിന്നിപ്പിക്കാതെ തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തിപ്ര മോത്തയോ ഒപ്പം നിർത്തണമെന്ന താല്പര്യം അല്ലെങ്കിൽ ഒരു പൊതുവികാരം ഏതായാലും ബി ജെ പിക്കുണ്ട്. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിമ ഭൗമികിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചാണ്. അതായത് പ്രതിമ ഭൗമികിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. പക്ഷേ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ പ്രതിമ ഭൗമിക്കില്ല. മാത്രമല്ല കഴിഞ്ഞ തവണ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇത്തവണ ഉപമുഖ്യമന്ത്രി പദവും ആർക്കും നൽകുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിമ ഭൗമിക്കിന് ഇനി എന്താണ് റോൾ എന്ന തരത്തിലുള്ള ചർച്ചകളും ഏതായാലും സജീവമാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായി മുഖ്യമന്ത്രിയെ മാറ്റി നടക്കുമുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ മണിക് സാഹു ഒരുപക്ഷെ 1 വർഷം കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോവുകയും പ്രതിമ ഭൗമിക് മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. പക്ഷേ അതേതായാലും ഈ ഘട്ടത്തിൽ ബി ജെ പി നേതാക്കൾ ആ കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നിലവിലേതായാലും പ്രതിമ ഭൗമിക്കിന് മന്ത്രിസ്ഥാനമോ ഉപമുഖ്യമന്ത്രി പദവിയോ ലഭിച്ചിട്ടില്ല. വീണ്ടും പ്രദീപിലേക്കും രഞ്ജിനിയിലേക്കും. ശരി രാകേഷ്, അത് വളരെ വിചിത്രമായിരിക്കുന്നു. കാര്യം ഇതിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയാണ് പ്രതിമ ഭൗമിക്. അപ്പോൾ എന്തിനാണ് അവർ നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ ഉയരുകയാണ്. എന്തായാലും ഒരു സസ്പെൻസ് അവിടെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. ഇനി 1 വർഷമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അതിന് മുമ്പ് കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കാം. ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 1 വർഷം മാത്രമായിരിക്കും മണിക് സാഹയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ 2ാം തവണ തുടരാൻ. മണിക് സാഹയെ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് അവിടെ എതിർപ്പുമുണ്ടായിരുന്നു. കാര്യം കോൺഗ്രസ് വിട്ട് അടുത്ത കാലത്ത് വന്നയാളാണ് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും ദേശീയ വാർത്തകൾ തുടരും. ഇനിയുള്ള ബുള്ളറ്റിനുകളിൽ നമുക്കിപ്പോഴൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം വിദേശ വാർത്തകളുമായി സരുണ ജോസ് എത്തും. ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർക്കാണ്. ഇനി നമ്മൾ പോകുന്നത് നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ അന്തർദേശീയ വാർത്തകളിലേക്കാണ്. സരുണ ജോസാണ് അവിടെ നിന്ന് ചേർന്നത്. ഗുഡ് മോർണിംഗ് സരുൺ, എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ? പാകിസ്ഥാനിലെ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാവും അല്ലെ ശ്രദ്ധാകേന്ദ്രം. ഒപ്പം ജോർജിയയിൽ നിന്നുള്ള വാർത്തകളുമുണ്ട്. സരുൺ, ഗുഡ് മോർണിംഗ്. പ്രദീപ്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നാടകം തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ജോർജിയയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണ്. യുക്രൈനിൽ ബാഗ്മുത്ത് പിടിച്ചടക്കാനുള്ള യുദ്ധവും അതിശക്തമായി തുടരുകയാണ്. അതിലേക്ക് വിശദമായി എത്താം. പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം നെട്ടോട്ടമോടുമ്പോഴും അവിടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു കുറവുമില്ലെന്നാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഏറെ വിവാദമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഓഗസ്റ്റിൽ നടക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ന് ലാഹോറിൽ നിന്ന് റാലി ആരംഭിക്കാൻ ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫും ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇന്നലെ ഈ ലാഹോറിൽ 7 ദിവസത്തെ നിരോധനാജ്ഞ സർക്കാർ പ്രഖ്യാപിക്കുകയും ഇമ്രാന്റെ അനുകൂലികളായ പാർട്ടി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഒരു പാർട്ടി പ്രവർത്തകൻ പോലീസിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചു. ഇതോടെ ഈ റാലി ശനിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വൈകിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഈ ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് ഇമ്രാൻഖാൻ ആരോപിക്കുന്നു. അത്തരത്തിലുള്ളൊരു അവസരം സർക്കാരിന് നൽകില്ലെന്നാണ് ഇമ്രാൻഖാനും പാർട്ടിയും പറയുന്നത്. അതിനാലാണ് റാലി ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചതെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. നേരത്തെ ഈ പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഉപഹാരങ്ങൾ അനധികൃതമായി വിറ്റുന്ന കേസിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയിരുന്നു. പക്ഷേ ഇമ്രാൻഖാനെ കണ്ടെത്താനായില്ല. കോടതിയിൽ നേരിട്ട് ഹാജരാകും, കീഴടങ്ങും എന്നാണ് ഇമ്രാൻഖാൻ അന്ന് അറിയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ റാലിക്കുള്ള ഒരുക്കങ്ങളുമായി ഇമ്രാൻഖാൻ മുന്നോട്ട് പോവുകയായിരുന്നു.
ഓഗസ്റ്റിലാണ് പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതിനു മുന്നോടിയായാണ് റാലി. നേരത്തെ സർക്കാരിനെതിരെ ഇമ്രാൻഖാൻ റാലി നയിച്ചിരുന്നു. വസീറാബാദിൽ വെച്ച് ഇമ്രാൻഖാന് വെടിയേറ്റിരുന്നു. ഇത്തവണ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയാണ് ശനിയാഴ്ച ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ റാലി തുടങ്ങുന്നത്. ബോംബ് കവചിത വാഹനങ്ങളിലായിരിക്കും ഇമ്രാൻഖാൻ ഈ റാലിയിൽ പങ്കെടുക്കുക എന്നാണ് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ജോർജിയയിൽ നിന്നുള്ള വാർത്തകളാണ്. ജോർജിയയിൽ രണ്ടാം ദിനവും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണ്. ജോർജിയൻ തലസ്ഥാനത്ത് പാർലമെന്റിന് മുന്നിലേക്ക് കഴിഞ്ഞ 2 ദിവസവും രാത്രിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി അവിടെ പ്രക്ഷോഭവുമായി എത്തുകയാണ്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് റഷ്യൻ മാതൃകയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ജോർജിയയിൽ തടിച്ചുകൂടിയത്. ഇവർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും അതുപോലെ തന്നെ ലാത്തിചാർജും നടത്തുകയുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റഷ്യൻ മാതൃകയിൽ ഒരു നിയമം കൊണ്ടുവരുന്നതിനെതിരെയാണ് ജോർജിയയിൽ പ്രതിഷേധം കടുക്കുന്നത്. അതായത് വിദേശ സംഭാവന 20% കൂടുതൽ ലഭിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കോ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളോ അവരെ ഫോറിൻ ഏജന്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് പ്രക്ഷോഭം. ഫോറിൻ ഏജന്റ് യഥാർത്ഥത്തിൽ ചാരന്മാർ എന്ന പട്ടികയിൽ ഈ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രക്ഷോഭം ശക്തമായിരിക്കുന്നത്. റഷ്യയിൽ 2012 ഈ നിയമം കൊണ്ടുവന്നിരുന്നു. സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും ബ്ലോഗേഴ്സിനെയും ഉൾപ്പെടെ ഈ ചാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ ജോർജിയയിലും പ്രതിഷേധം കനക്കുന്നത്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾക്കും വിദേശ സഹായം ലഭിക്കുന്ന സന്നദ്ധ സംഘടനകളെയും ഈ ചാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലാണ് ഈ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ റഷ്യയുടെ ചുവട് പിടിച്ച് ബെലാറൂസിലും അതുപോലെ തന്നെ താജിക്കിസ്ഥാനിലും മറ്റും ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. റഷ്യൻ നേരത്തെ തന്നെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ അനുകൂലമായ നിലപാടാണ് ജോർജിയ സ്വീകരിച്ചിരുന്നത്. ജോർജിയ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും യുക്രൈന് അനുകൂലമായ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ജോർജിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെയും ജോർജിയയ്ക്കുള്ളിലും ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഈ വിഷയത്തിൽ കടുക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റ് ഈ നിയമത്തിന് എതിരെയാണ്. പ്രസിഡന്റിന് പാർലമെന്റിൽ കൊണ്ടുവരുന്ന നിയമത്തിനെതിരെ വീറ്റോ ചെയ്യാൻ അധികാരമുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഈ ജോർജിയൻ ഡ്രീം എന്ന പാർട്ടിക്കുള്ളതിനാൽ ഈ നിയമം നടപ്പാവുക തന്നെ ചെയ്യുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഒപ്പം യുക്രൈനിലെ യുദ്ധത്തെ സംബന്ധിച്ചാണ്. യുക്രൈനിൽ ഇപ്പോൾ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടക്കുന്നത് ബാഖ്മുത്ത് എന്ന ഡോൺബാസിലെ ഒരു ചെറു നഗരം കീഴടക്കാനുള്ള ശ്രമം കൊണ്ടാണ്. 6 മാസമായി ബാഖ്മുത്തിൽ യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ്. യുക്രൈന്റെ മറ്റു പല ഭാഗങ്ങളിലും എത്രത്തോളം സൈനികർ കൊല്ലപ്പെട്ടോ അതിനൊപ്പം തന്നെ ആളുകൾ ബാഖ്മുത്ത് എന്ന ചെറു നഗരത്തിൽ മാത്രം കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഈ ബാഖ്മുത്ത് പിടിച്ചടക്കിയാൽ യുക്രൈന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് റഷ്യൻ സൈന്യത്തിന് എളുപ്പം എത്താനാകും. അതാണ് ഈ ചെറു നഗരത്തിന്റെ പ്രത്യേകതയും. ഇവിടെ റഷ്യയ്ക്കായി യുദ്ധം ചെയ്യുന്നത് റഷ്യയുടെ സ്വകാര്യ സൈനിക ഗ്രൂപ്പ്, അതായത് വാഗ്നർ എന്ന കൂലിപ്പട്ടാളമാണ്. വാഗ്നർ ഗ്രൂപ്പ് എന്ന കൂലിപ്പട്ടാളം ഇവർ ഈ ബാഖ്മുത്തിന്റെ കിഴക്കൻ മേഖല കീഴടക്കിയെന്ന് അവകാശപ്പെട്ട് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. വൈകാതെ തന്നെ ഈ ബാഖ്മുത്ത് മുഴുവനായും വാഗ്നർ ഗ്രൂപ്പ് എന്ന കൂലിപ്പട്ടാളം പിടിച്ചടക്കുമെന്നാണ് യുക്രൈനും അതുപോലെ തന്നെ നാറ്റോ സഖ്യവും മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാൽ തന്നെ കൂടുതൽ സഹായം ബാഖ്മുത്തിലേക്ക് യുക്രൈൻ ആവശ്യമുണ്ടെന്ന് പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. മറ്റൊന്ന് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പമാണ്. അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ റഷ്യയുടെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് തെളിവുകൾ നൽകുന്നതിൽ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം. ജോ ബൈഡനും കമല ഹാരിസും ഈ റഷ്യക്കെതിരെ യുദ്ധക്കുറ്റത്തിനുള്ള എല്ലാ തെളിവുകളും നൽകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനം പെന്റഗൺ ഇതിൽ മടി കാണിക്കുമെന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളാണ് ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ റഷ്യക്കെതിരെ അമേരിക്ക തെളിവുകൾ നൽകിയാൽ മുൻകാലത്ത് അമേരിക്ക മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ പേരിൽ അമേരിക്കയും പ്രതിസന്ധിയിലാകും. അതിനാലാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനം ഇത്തരത്തിൽ തെളിവുകൾ നൽകാൻ മടിക്കുന്നതെന്ന വിലയിരുത്തലാണ് വിദഗ്ധർക്ക് ഉള്ളത്. ഇത്രയുമാണ് അന്താരാഷ്ട്ര രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. പ്രദീപ്, രഞ്ജിനി. അന്തർദേശീയ തലത്തിലെ വാർത്തകൾ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്തർദേശീയ തലത്തിൽ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഇനി 1 മണിക്കൂർ മാത്രമാണ് SSLC പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. രാവിലെ തന്നെ മന്ത്രിയുടെ ആശംസകളും മന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ
അശ്വിൻ വല്ലത്ത് നടക്കാവ് സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച വിദ്യാർത്ഥികൾ അവസാന വട്ടമായി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചു നോക്കുക, കൂട്ടുകാരുമായിട്ട് ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. ആ ഒരു ടെൻഷൻ എല്ലാവരുടെയും മുഖത്തുണ്ടാവും. പഴയ കാലത്ത് നിന്നൊക്കെ ഒത്തിരി മാറി. പിള്ളേരൊക്കെ ഇപ്പൊ ഫുൾ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് എക്സാമിനൊക്കെ എത്തുന്നത്. അശ്വിൻ അവിടെ നിന്ന് നടക്കാവ് സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട് നമ്മുടെ ഒപ്പം. എന്താണ് അവിടുത്തെ മൂഡ് അശ്വിൻ? പ്രദീപ്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഈ SSLC പരീക്ഷയുടെ ഒരു ചൂട് നമുക്കിവിടെയൊക്കെ കാണാം. കുട്ടികളൊക്കെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്, അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയുള്ള സ്കൂളാണ്. പല കലാകായിക രംഗങ്ങളിലൊക്കെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്കൂളാണ്. ഇവിടെ ആദ്യത്തെ SSLC പരീക്ഷയുടെ ആദ്യത്തെ ദിവസം കുട്ടികൾ അവസാനഘട്ട ഒരുക്കത്തിൽ, ഇന്ന് മലയാളം പരീക്ഷയാണ്, അല്പസമയത്തിനകം ഇനി 1 മണിക്കൂറേ ഉള്ളൂ പരീക്ഷ തുടങ്ങാനായിട്ട്. ആ പരീക്ഷയുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് ജില്ലയിലാകെ 43,000-ലധികം കുട്ടികൾ ഇന്ന് SSLC പരീക്ഷ എഴുതുന്നുണ്ട്. കുട്ടികൾക്ക് സഹായമൊക്കെയായിട്ട് ഈ അവസാന ഘട്ടത്തിലെ പിരിമുറക്കം കുറയ്ക്കാൻ ഇവരോടൊപ്പം അധ്യാപകരുമുണ്ട്. ഇവിടെ കാണാം. ടീച്ചർ, അവസാനഘട്ട തയ്യാറെടുപ്പൊക്കെയാണ്. അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ ടെൻഷൻ ഉണ്ട്. അപ്പം ടെൻഷനൊന്ന് മാറ്റി അവർക്കൊരു മാറ്റാൻ വേണ്ടി അവരുടെ ധൈര്യം കൊടുക്കുകയാണ്. അവസാനത്തെ കുറച്ച് മിനുക്കുപണികൾ ഇപ്പോഴാണ് നടത്തുന്നത്. കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷം? വൈബായിരുന്നു, അടിച്ചു പൊളിച്ചിട്ട്. അക്കാഡമിക് ഇയർ കിട്ടി, എന്നിട്ട് ഇതാ എക്സാമിലേക്ക് കടക്കുന്നു. ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും രാധി മിസ്സിന്റെ ഇതിൽ ഞങ്ങൾ പഠിക്കും. ഇന്നിപ്പോ മലയാളല്ലേ, അത്ര പഠിക്കാനൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ആവശ്യത്തിനുണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെ എക്സാമിന്റെ മുന്നേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പിരിമുറുക്കം കുറയ്ക്കാനൊക്കെ കൂടെ ഇരിക്കാറുണ്ട് അല്ലേ? ഞങ്ങൾ ഇന്നലെയൊക്കെ വന്നിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് കുട്ടികൾ എപ്പോഴും വരാറുണ്ട്. ഇന്നിപ്പോ രാവിലെ 7:30 തുടങ്ങിയതാണ് ഞങ്ങൾ. ഒന്നുമില്ല, അവർ ആ പോകുന്നവരെ അവരോടൊന്ന് ഈ പാഠങ്ങളെ കുറിച്ചും പിന്നെ വേറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് അവരെ ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കുക, അത്രയേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നന്നായി അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയണം. ഈ സ്കൂളിന്റെ ഡെപ്യൂട്ടി HM നമ്മളോടൊപ്പം ഉണ്ട്. ഇതിപ്പം എക്സാം തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെ, എത്ര മണിയോടുകൂടി തുടങ്ങും? എങ്ങനെയാണ് കൂൾ ഓഫ് ടൈം ഒക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ പണ്ട് മുതലേ SSLCക്ക് പ്രത്യേക ഒരു വാല്യൂ തന്നെയാണല്ലോ. ഒരു എന്താ പറയാ, IAS ഒക്കെ എഴുതുന്നതിനേക്കാളും അവരൊക്കെ ഇതിൽ കൂടിയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 9 മണിക്ക് തന്നെ ഇവിടെ അധ്യാപകർ എത്തിത്തുടങ്ങി. 9 മണിക്ക് തന്നെ നിർബന്ധമായിട്ടും ഇൻവിജിലേറ്റേഴ്സ് ഡ്യൂട്ടിക്ക് എത്തുന്ന അധ്യാപകർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. പിന്നെ 9:20 തന്നെ അവർ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട്. അതിൽ 2 മിനിറ്റ് വൈകിയാലൊന്നും വളരെ കൃത്യനിഷ്ഠയായിട്ടാണ് ഈ പരീക്ഷ. സാധാരണ പോലെ തന്നെ ഇപ്പം കോവിഡിന് ശേഷം വരുന്ന ഒരു കോവിഡ് ഇല്ലാത്തൊരു കാലഘട്ടം എന്നുള്ള അതാണല്ലോ. കുട്ടികളെ അതിലും അത് ഉണർവായി കാണുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടാണ് പരീക്ഷ എല്ലാം. വളരെ ഇന്നലെ ഞങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് ഡ്യൂട്ടിക്ക് വന്നിട്ട് അധ്യാപകർക്ക് ഞാനും ചീഫും സന്തോഷ് മാഷും എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുട്ടികളെ വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ച് അവരെ നല്ല വിജയം ഉണ്ടാക്കി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെയാണ്. ഒരു ടെൻഷനും ഇല്ല കുട്ടികൾക്ക്. എല്ലാവരും അതുപോലെ തന്നെ പഠിച്ചു വന്നിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളിവിടെ ഇപ്പം കാണുന്നത് വളരെ ഹാപ്പിയാണ്. ഇപ്പം കുട്ടികളൊക്കെ ഹാപ്പിയാണ്. ഈ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങളാണ്. മാത്രമല്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തില്ല. ഇന്ന് കൂൾ ഓഫ് ടൈം വരെ കുട്ടികൾക്കുണ്ട്. മാനസികപരമായിട്ടൊരു ടെൻഷനും കുട്ടികൾക്കില്ല. അതാണ് ഏറ്റവും വലിയ ഈ നമ്മുടെ ഈ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു വിജയം എന്ന് പറയുന്നത് തന്നെ ഇത് ഈ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തോടു കൂടി അവരെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിന്റെ HM നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷ? നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു. അതെ, നമ്മളിപ്പോ ഒരു 4 വർഷത്തോളമായിട്ട് 100% വിജയമാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ഈ സ്കൂളിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നത് 424 കുട്ടികൾ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പിരിമുറക്കം കുറക്കാനൊക്കെ ഉള്ള നേരത്തെയുള്ള അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പോ ഏകദേശം ഒരു ഡിസംബർ മാസം മുതൽ കുട്ടികൾ കൂടെ തന്നെയാണ്, രാവു പകലില്ലാതെ. അതായത് ഇവിടെ താമസിച്ചുകൊണ്ടുള്ള പഠനം വരെ നടത്തി. അപ്പൊ ഇന്നിപ്പോ രാവിലെ നമ്മുടെ ടീച്ചേഴ്സ് അവസാനം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സപ്പോർട്ടിങ് അത് കൊടുത്തോണ്ടിരിക്കും. നല്ല ചൂടൊക്കെയാണ്. അപ്പൊ ക്ലാസ്സിൽ വെള്ളം അങ്ങനെയൊക്കെ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയാണ് ഇവിടെ പോയത്. കംപ്ലീറ്റ് എല്ലാ ക്ലാസ് റൂമുകളും റെഡിയാക്കി കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാതെ
ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. തയ്യാറെടുപ്പുകളോടെയാണ് നടക്കുന്നത്. അതെ അതെ, നമ്മുടെ പരീക്ഷയുടെ പ്രസക്തി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം ഒരു പൊതുപരീക്ഷയാണല്ലോ ഗവൺമെന്റിന്റെ ആദ്യത്തെ. അപ്പൊ അതിന്റെ എല്ലാ ഗൗരവവും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പും വളരെ സജീവമായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പരീക്ഷാ സെക്രട്ടറിന്റെ മീറ്റിംഗ് 2 പ്രാവശ്യം നടത്തി. അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് DGന്റെ നേരിട്ടുള്ള മീറ്റിംഗ് ഞങ്ങൾക്കൊക്കെ സൂപ്രണ്ടുമാർക്കും നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ രീതിയിലുള്ള ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതാണ് പ്രദീപ്, രഞ്ജിനി, കുട്ടികളൊക്കെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഒരു പിരിമുറുക്കവുമില്ലാതെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരുക്കങ്ങളൊക്കെ സ്കൂളുകളിലെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. നടക്കാവ് സ്കൂളിൽ മാത്രമല്ല, പൊതുവെ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും സമാനമായ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മുന്നേ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വെള്ളമടക്കമുള്ള അങ്ങനെയുള്ള ഈ പിരിമുറുക്കമില്ലാതെ പരീക്ഷ എഴുതാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളിൽ തയ്യാറാണ്. അല്പസമയം മാത്രമേ പരീക്ഷ തുടങ്ങാനുള്ളൂ. കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. തീർച്ചയായും അശ്വിനാണ് നടക്കാവ് സ്കൂളിൽ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഇനിയിപ്പോൾ 8:40 ആയിരിക്കുന്നു. 9:30 കൂടി കുട്ടികൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. അധ്യാപകർ പറഞ്ഞ പോലെ ഇനി 15 മിനിറ്റ് അത് കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈമാണ് പരീക്ഷ. ഇനി 8:40 20 മിനിറ്റ് കഴിഞ്ഞാൽ ടോസ്. കൃത്യം 9:30 തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വലിയ പരീക്ഷയും തുടങ്ങുകയാണ്. ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ചിന് 9:30 തുടക്കവും. വളരെ നിർണായകമായ ഒരു ടെസ്റ്റ് മാച്ചാണ്. പരമ്പര നേടിക്കഴിഞ്ഞു. പക്ഷെ പരമ്പരയിൽ ക്ലിയർ വിക്ടറി എന്നുള്ള 3-1 ഒരു ക്ലിയർ വ്യക്തമായ വിജയം എന്നുള്ളത് ഉറപ്പിക്കുക. അതിനുമൊക്കെ അപ്പുറം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ക്രിക്ക് ടോക്ക്. ടെസ്റ്റ് മാച്ചിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി എൽദപ്പോൾ പുതുശ്ശേരിയാണ് അവിടെ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്ന്. വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും കളി കാണാൻ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് 3 ദിവസമായിട്ട് ഇന്ത്യയിലുണ്ട്. സ്വാഭാവികമായും അദ്ദേഹവും എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും എൽദോ പോൾ പുതുശ്ശേരി, ഗുഡ് മോർണിംഗ്. എത്ര നിർണായകം എന്നുള്ള ചോദ്യത്തിനല്ല, വളരെ നിർണായകം തന്നെയാണ്. ആ ചോദ്യത്തിനല്ല പ്രസക്തി. പക്ഷെ ഇവിടെ ഉയരുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തമായ വിജയത്തോടുകൂടി ആദ്യ 2 ടെസ്റ്റ് ജയിച്ചതോടുകൂടി ഇന്ത്യ പരമ്പര ഉറപ്പിച്ചിരുന്നു. കാര്യം സമനിലയായാലും നിലവിലുള്ള ജേതാക്കൾ എന്നുള്ള നിലയിൽ ബോർഡർ ഗാവസ്കർ ട്രോഫി ഇന്ത്യ ഉറപ്പിച്ചിരുന്നു ഒരു ഭാഗത്ത്. പക്ഷെ അതിനുശേഷം ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി, സ്പിന്നിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പിച്ചില സ്പിൻ കുഴിയിൽ ഇന്ത്യ തന്നെ വീഴുന്ന കാഴ്ച കണ്ടു. അതിനെല്ലാം അപ്പുറം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ത്യ ഉറപ്പിച്ച് ഓസ്ട്രേലിയക്ക് ഇടം കിട്ടുമോ എന്നതായിരുന്നു തുടക്കത്തിലെ ചോദ്യമെങ്കിൽ ഇപ്പോൾ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ശ്രീലങ്കയുമായുള്ള മത്സരത്തിന് ഇന്ത്യ തുടരുന്നു. ഇതിനെല്ലാം അപ്പുറം സ്പിന്നിന്റെ മെക്ക എന്നറിയപ്പെടുന്ന, സ്പിന്നിന്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ബാറ്റ്സ്മാൻമാർ നിരനിരയായി വരിവരിയായി ഓസ്ട്രേലിയൻ സ്പിൻ ബോളർമാർക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ച ഉയർത്തുന്ന ചോദ്യങ്ങൾ, ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഉയരുന്ന ആശങ്കകൾ, വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അങ്ങനെ പല അഭ്യൂഹങ്ങൾ, പല പ്രവചനങ്ങൾ, പല സൂചനകൾ വരുന്നുണ്ട്. ഭാരത്തിന് പകരം ഇഷാൻ കിഷൻ വരും എന്നുള്ള സൂചനയുണ്ട്. സിറാജിന് വിശ്രമം നൽകി മുഹമ്മദ് ഷമി ടീമിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള സൂചനകളുമുണ്ട്. എൽദോ, ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. ക്രിക്കറ്റ് അത് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് മാത്രമല്ല ലോക ക്രിക്കറ്റും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അതിന്റെ പ്രധാന കാരണം, ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും നേരിട്ടെത്തി ആ മത്സരം വീക്ഷിക്കും. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മത്സരത്തിൽ ടോസ് ചെയ്യുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഹമ്മദാബാദിലെ അദ്ദേഹത്തിന്റെ തന്നെ പേരുള്ള സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ ടോസ് 9 മണിക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ടോസിനായി മാച്ച് സെന്ററിൽ ക്രിക്കറ്റിന്റെ ആ പിച്ചിന് നടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, ഇന്ന് ആ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാറ്റി നിർത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലെ, നേരത്തെ മൊട്ടേര എന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയം. ഈ അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയത്തിൽ
ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരം എന്ന റെക്കോർഡ് ഇടാൻ തയ്യാറാവുകയാണ് അഹമ്മദാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ. ഇന്ന് ആ സ്റ്റേഡിയത്തിൽ 1 ലക്ഷത്തിലധികം കാണികൾ സ്റ്റേഡിയത്തിൽ ആർപ്പുവിളികളുമായി ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്ക് കാണാം, നിരവധി ആരാധകർ ഇപ്പോഴും സ്റ്റേഡിയത്തിന്റെ പുറത്ത് തമ്പടിച്ചിരിക്കുന്നു, വലിയ ആവേശത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും ആ റെക്കോർഡ് ഇന്ത്യ പിടിച്ചെടുക്കുക. കാരണം മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ടെസ്റ്റിൽ അന്ന് ഏതാണ്ട് 1 ലക്ഷത്തോളം കാണികൾ പങ്കെടുത്തതാണ് ലോക ക്രിക്കറ്റിലെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാണികളെത്തിയ ഒരു ക്രിക്കറ്റ് മത്സരമായി കണക്കാക്കുന്നത്. അതിന്റെ ഒരു ഔദ്യോഗികമായുള്ള റെക്കോർഡ് അത് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനാണ്. ഇന്ന് അത് നരേന്ദ്രമോദി സ്റ്റേഡിയം ആ റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിനായി അഹമ്മദാബാദിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകിയിട്ടുണ്ട്, ഒരുപാട് സൗജന്യ പാസുകൾ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടും അതൊരു റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ BCCIയും ഒപ്പം രാജ്യവും അതിനായി ശ്രമിക്കുന്നത്. എന്താണെങ്കിലും ഇനി ക്രിക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനിർണായകമാണ് ഇന്ത്യക്ക് ഈ മത്സരം. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. മുഹമ്മദ് സിറാജ് ടീമിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകും, ഷമി ടീമിലേക്ക് മടങ്ങിയെത്തും. കഴിഞ്ഞ മത്സരത്തിൽ ഇൻഡോറിൽ ഷമിയുടെ അഭാവം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. കാരണം പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരുന്ന ഒരു ബോളറെയാണ് റസ്റ്റ് എന്നുള്ള പേരിൽ മാറ്റി നിർത്തുകയും ഇന്ത്യക്ക് വേണ്ട രീതിയിൽ പ്രഭാവം ചെലുത്താൻ കഴിയാതെയും വന്നത്. അപ്പോൾ മുഹമ്മദ് ഷമി ടീമിൽ മടങ്ങിയെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പേസ് ബോളർമാരിൽ ഉമേഷ് യാദവിന് സ്ഥാനം നിലനിർത്തി നൽകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രധാനമായും വരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സിറാജിന് ഇന്ന് അവസരമുണ്ടാകില്ല ടീമിൽ. സ്പിന്നർമാരുടെ കാര്യത്തിൽ യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല. പ്രത്യേകിച്ചും അക്സർ പട്ടേൽ 20 വിക്കറ്റുകൾ അദ്ദേഹം ഈ സ്റ്റേഡിയത്തിൽ നേടിയിട്ടുള്ള താരമാണ് അക്സർ പട്ടേൽ. ഇനി 2 ടെസ്റ്റ് മത്സരങ്ങൾ, അവസാന 2 ടെസ്റ്റ് മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിലേത് പരിശോധിച്ചാൽ 60 വിക്കറ്റുകൾ വീണതിൽ 48 വിക്കറ്റുകൾ വീഴ്ത്തിയത് അത് സ്പിന്നർമാരാണ്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ടാകും. ഇനി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം 2 പിച്ചുകളാണ് ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ 2 പിച്ചുകളിൽ ഏത് ഇന്ത്യ തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രദ്ധേയം നമുക്ക് കാണാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റോണി ആൽബനീസും ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അദ്ദേഹം എത്തി. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററും ഇപ്പോൾ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്പിൻ ട്രാക്കിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്പിന്നിന്റെ ഇന്ത്യൻ സാഹചര്യത്തിലെ വളരെ അനുയോജ്യമായിട്ടുള്ള സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രാക്ക് ആയിട്ടാണ് എപ്പോഴും അഹമ്മദാബാദ് മാറാറ്. പക്ഷേ ഇൻഡോറിൽ നമ്മൾ കണ്ട ഒരു അപ്രതീക്ഷിത ബൗൺസ് ഉണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വേദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് നേരിയ തിരിച്ചടി നൽകിയത് ഇൻഡോർ ടെസ്റ്റാണ്. ICC പോലും ഒരു ലോ റേറ്റിംഗ് ഇന്ത്യയുടെ ആ മത്സരത്തിലെ പിച്ചിന് നൽകിയതിനുള്ള കാരണം അത് അപ്രതീക്ഷിത ബൗൺസ് ആയിരുന്നു. പെട്ടെന്ന് പന്ത് ഡിപ്പ് ചെയ്യുക, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബൗൺസ് ചെയ്യുക. അപ്പോൾ ഒരു ലോ റേറ്റിംഗ് ഇൻഡോറിലെ പിച്ചിന് ലഭിച്ചുവെങ്കിൽ അതിന്റെ നാണക്കേടൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള കാര്യം കൂടി BCCIക്ക് മുന്നിലുണ്ട്. ഈ 2 ട്രാക്കുകളിൽ ഏത് ഉപയോഗിക്കുമെന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കാം. സ്വാഭാവികമായും സ്പിന്നിന് അനുകൂലമായി തന്നെ ആയിരിക്കും അഹമ്മദാബാദ് എന്ന് നമുക്ക് കരുതിയേ മതിയാകും. കാരണം ചരിത്രം അങ്ങനെയാണ്. 48 വിക്കറ്റുകൾ 60 വിക്കറ്റിൽ അഹമ്മദാബാദിൽ അത് സ്പിന്നർമാർക്കാണ് ലഭിച്ചത്. ഇനി ഓസ്ട്രേലിയൻ ടീമാണ് ബാറ്റ്സ്മാൻമാരിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി കോൺഫിഡൻസ് പ്രകടമാക്കുന്നത് എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ മുൻനിരയേക്കാൾ ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് ശേഷമുള്ള അല്ലെങ്കിൽ അശ്വിനും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഈ 3 പേരാണ് ബാറ്റിംഗിൽ കുറച്ചുകൂടി മുൻനിരയേക്കാൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ടീം മാനേജ്മെന്റിന് ഒരേപോലെ കോൺഫിഡൻസും ഒരേപോലെ ആശങ്കയും നൽകുന്ന ഘടകം. ഇന്ത്യയുടെ മുൻനിര അത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി, ചേതേശ്വർ പൂജാര ഇവരൊക്കെ കൂടുതൽ ഫോമിലേക്ക് വരേണ്ടതുണ്ട്. ശ്രേയസ് അയ്യറുണ്ട്. ഇനി ശുഭ്മാൻ ഗില്ലിന് അവസരം നിലനിർത്തി നൽകും ഉറപ്പായും. വിക്കറ്റ് കീപ്പർ ഭരതിന് പകരം ഇഷാൻ കിഷൻ ടീമിൽ എത്തുമോ എന്നുള്ളത് അതൊരു സംശയകരമായിട്ടുള്ള ചർച്ചയാണ്. എന്താണെങ്കിലും ഭരത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് എബിലിറ്റി, അദ്ദേഹം ബാറ്റിംഗിൽ അത്രമാത്രം ഫോം പ്രകടമാക്കിയില്ല. അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇഷാൻ കിഷന് സാധ്യത ഒരുങ്ങാനുള്ള ഒരു നേരിയ അവസരം അത് അഹമ്മദാബാദിൽ ഉണ്ടാകുമെന്നും കരുതാം. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ടെസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് ഈ പരമ്പര അത് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്താനുള്ള ഇന്ത്യയുടെ ഒരു ചവിട്ടുപടിയാണിത്. ഇന്ത്യക്ക് ഈ മത്സരം ജയിച്ചാൽ 3-1 പരമ്പര സ്വന്തമാകും. മറ്റൊരു കാര്യം, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഓസ്ട്രേലിയക്കെതിരെ തന്നെ മത്സരിക്കാനുള്ള ടിക്കറ്റും ഇന്ത്യ ഈ മത്സരത്തിൽ സ്വന്തമാക്കും. ഇനി ഇന്ത്യക്ക് ഈ മത്സരത്തിൽ തോൽവിയാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ സമനിലയാണ്
തുടരുകയാണ് എങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പരമ്പര, ന്യൂസിലൻഡിൽ നടക്കുന്ന പരമ്പരയിൽ ശ്രീലങ്ക ന്യൂസിലൻഡ് പരമ്പര, ഇതിൽ ശ്രീലങ്ക 2-0 ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാൽ മാത്രമേ ശ്രീലങ്കയ്ക്ക് മുന്നിലേക്ക് കയറാൻ സാധിക്കൂ. അപ്പോഴും ഇന്ത്യക്ക് പ്രതീക്ഷ നിലനിർത്താം. എങ്കിൽ പോലും ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ 4 ദിവസത്തിനുള്ളിൽ 5 ദിവസത്തിൽ തന്നെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ. എന്താണെങ്കിലും ഇപ്പോൾ സമയം ടോസിലേക്ക് അടുക്കുന്നു. ഏതാണ്ട് 5-7 മിനിറ്റിനുള്ളിൽ ടോസിനായി ആ സ്റ്റേഡിയം ഒരുങ്ങും. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരുപാട് ഇന്ത്യൻ ആരാധകർ, ലക്ഷക്കണക്കിന് ഇന്ത്യൻ ആരാധകരെ ആ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് അഹമ്മദാബാദിൽ BCCIയുടെ ശ്രമം. ഇന്ത്യൻ ടീമിന് ഇവിടെ ജയിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉറച്ചു പ്രതീക്ഷിക്കാം. അഹമ്മദാബാദ് ഇന്ത്യക്ക് എപ്പോഴും അനുകൂലമായിട്ടുള്ള വേദിയാണ്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന വേദിയാണ്. എന്താണെങ്കിലും ഈ മത്സരം ഒരു സമനിലയിലേക്ക് പോകും എന്ന് മാത്രം കരുതണ്ട. ആദ്യ 3 ടെസ്റ്റ് മത്സരങ്ങൾ നമ്മൾ കണ്ടു, 3 ദിവസം. അതാണ് ഈ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ ടെസ്റ്റിന്റെ ഡ്യൂറേഷനായി നമ്മൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ മത്സരവും 5 ദിവസം നീണ്ടു നിൽക്കും എന്ന് കരുതാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ പിച്ച് സംബന്ധിച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ടേണിംഗ് വിക്കറ്റുകൾ ഉണ്ടാക്കുന്നു, ടേണേഴ്സ് ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനങ്ങൾക്ക് ഒക്കെ മറുപടി നൽകുമോ BCCI എന്നൊക്കെ കാത്തിരിക്കാം. മത്സരം അത് ആവേശകരമായിരിക്കും. ഇന്ത്യൻ സ്പിന്നർമാരും ഓസ്ട്രേലിയൻ സ്പിന്നർമാരും ഇവർ എങ്ങനെ ഈ മത്സരത്തിൽ നേരിടുന്നു? മാത്യു കുനേമാൻ, ടോഡ് മർഫി, നാഥൻ ലിയോൺ, ഈ 3 സ്പിന്നർമാരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ നേരിടുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഈ സ്റ്റേഡിയത്തിലെ മത്സരഫലം. അല്പസമയത്തിനകം തന്നെ ടോസ് ആരംഭിക്കും. ഒരുപാട് ആരാധകർ, നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇന്ത്യൻ പതാകയേന്തി ഒരുപാട് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 1 ലക്ഷത്തിന് മുകളിൽ ആരാധകരെ നമ്മൾക്കിന്ന് ഒരു നിറഞ്ഞു കവിഞ്ഞ ഒരു സ്റ്റേഡിയം ടെസ്റ്റ് മത്സരത്തിലെ അപൂർവ കാഴ്ചകളാണ്. ആ അപൂർവ കാഴ്ചയിലേക്കാണ് ഇന്ന് ലോക ക്രിക്കറ്റ് പോകുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റ് പോകുന്നത്. അഹമ്മദാബാദ് എന്ന കൺഫേം ആയിരിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മത്സരത്തിൽ ടോസ് ഇടുന്നത്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ടോസ് ചെയ്യാനെത്തുന്നു. 2 ടീമിന്റെ ക്യാപ്റ്റന്മാർ നരേന്ദ്രമോദിക്ക് ഇരുവശങ്ങളിലുമായി നിന്ന് ടോസിന്റെ തീരുമാനം പറയും. ഇതാണെങ്കിലും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും സ്റ്റേഡിയത്തിലുണ്ട്. ഇരുവരും ഏകദേശം 1 മണിക്കൂറോളം മത്സരം വീക്ഷിക്കും. അതിനുശേഷം മറ്റ് ഔദ്യോഗിക പരിപാടികളുമായി നീങ്ങും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ച് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. നമുക്ക് സ്റ്റേഡിയത്തിൽ 2 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുണ്ട്, 2 ടീമിനും. അതുകൊണ്ട് തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ അഭിമാന പോരാട്ടമാണ് ഇന്ന് അഹമ്മദാബാദിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം ടെസ്റ്റ് മത്സരം ബോർഡർ ഗാവസ്കർ ട്രോഫി ഇന്ത്യ നിലനിർത്തിയെങ്കിൽ പോലും ഇന്ത്യക്ക് പരമ്പര നേട്ടം അത് സ്വന്തമാക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ. ഇന്ത്യക്ക് ജയിക്കണം. മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണം, അതിനുള്ള ടിക്കറ്റ്, അതിനുള്ള വഴി കൂടിയാണ് ഇന്ന് അഹമ്മദാബാദ് ഒരു ബോർഡിംഗ് പോയിന്റായി മാറട്ടെ ഇന്ത്യക്ക് ലോക ഫൈനലിലേക്കുള്ള ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കുള്ള. അല്പസമയത്തിനും തന്നെ ടോസ് ഉണ്ടാകും. അല്പസമയത്തിനും തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന്റെ ടോസിനുള്ള സാധ്യത, ഒരു 10 മിനിറ്റിനുള്ളിൽ ടോസ് ഉണ്ടാകും. എന്താണെങ്കിലും ഈ ആവശ്യ കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും മടങ്ങിയെത്തണം. ക്രിക്ടോക്കിൽ നമുക്ക് വീണ്ടും ചേരാം. പ്രദീപ്, രഞ്ജിനി. അപ്പൊ പ്രഭാത കേരളത്തിന്റെ സമയം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. ഒട്ടനവധി വാർത്തകൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും കായിക തലത്തിലും വാർത്തകളുണ്ട്. ഈ വാർത്തകളും അതാത് സമയത്തുള്ള അപ്ഡേറ്റ്സും നമ്മുടെ തുടർ ബുള്ളറ്റിനുകളിൽ കാണാം. തീർച്ചയായും. എന്തായാലും ഇന്ന് കേരളത്തിലെ വാർത്തകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധാകേന്ദ്രം കൊച്ചി തന്നെയായിരിക്കും. ഒപ്പം തന്നെ SSLC പരീക്ഷ അത് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടാണ് പ്രഭാത കേരളം തുടങ്ങിയത്. ഇനി അരമണിക്കൂർ മാത്രമാണ് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. നിങ്ങൾ അടിപൊളിയായി പരീക്ഷ എഴുതി തിരിച്ചു വരിക. ന്യൂസൈറ്റിന്റെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് പ്രഭാത കേരളം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, ശുഭദിനം.